Dear students, good morning. ഇന്ന് ഈ വീഡിയോ പാർട്ടിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീൻ്റെ ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റും അതേപോലെ തന്നെ ഓരോ ഐറ്റത്തെക്കുറിച്ചിട്ടുള്ള ഓരോ ഐറ്റംസ് എന്താണ് അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻസും കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതാണ്. സോ ഇനിയും നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാത്തവർ നോട്ട്സൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ പ്രീവിയസ് വീഡിയോ പാർട്ട് വാച്ച് ചെയ്തിട്ടുണ്ടാവണം. ഓരോ ഐറ്റവും എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ ന്യൂ ഏരിയയിലേക്ക് വന്നാൽ മതി. ഒപ്പം നിങ്ങളുടെ നോട്ടിൽ ഈ ക്വസ്റ്റ്യനും എഴുതിയിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. ക്വസ്റ്റ്യൻ ആദ്യം നോക്കാം, എന്നിട്ട് എങ്ങനെയൊക്കെയാണ് ഓരോ ഐറ്റംസ് റെക്കോർഡ് ചെയ്യാൻ നോക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ എടുക്കുക. ഫ്രം ദ ഫോളോയിങ് ലെഡ്ജർ ബാലൻസസ് ഓഫ് ABC ലിമിറ്റഡ് ആസ് ഓൺ 31st March 2021 പ്രിപ്പയർ ഇറ്റ്സ് ബാലൻസ് ഷീറ്റ്. ABC ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ലെഡ്ജർ ബാലൻസസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് 31/3/2021 ഇയർ എൻഡ് ചെയ്യുന്ന ആ സമയത്ത് ലെഡ്ജർ ബാലൻസസ് ആണ് തന്നിരിക്കുന്നത്. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറയുന്നു. ഫസ്റ്റ് ഐറ്റം ഗുഡ് വിൽ 1 lakh. നെക്സ്റ്റ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ 1,30,000. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 50,000 ഷെയർസ് ഓഫ് 10 each, that is 5 lakh. Capital reserve 1,30,000. Securities premium 50,000. General reserve 30,000. Patent rights 60,000. Land and building 1 lakh. Plant and machinery 1,30,000. Furniture 5 lakh. Surplus 70,000. 8% debentures 3 lakh. Trade payables 60,000. Provision for employee benefit long term ആണ് തന്നിരിക്കുന്നത് 70,000. Investment in government securities 1 lakh. Long term loans 60,000. Okay, long term loans 60,000 ആണ് തന്നിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഡെബിറ്റ് ബാലൻസ് ആണ് കേട്ടോ. ലോങ് ടേം ലോൺസ് ഡെബിറ്റ് ബാലൻസ് ആണ് തന്നിരിക്കുന്നത് 60,000. ട്രേഡ് റെസീവബിൾസ് 10,000. ആൻഡ് ഇൻവെന്ററീസ് 1 lakh. ക്യാഷ് ഇൻ ഹാൻഡ് 20,000. ക്യാഷ് അറ്റ് ബാങ്ക് 30,000. Then deferred tax liabilities 1,20,000 തന്നിട്ടുണ്ട്. അൺപെയ്ഡ് ഡിവിഡൻഡ് 3,000. ഇൻകം റെസിഡ് ഇൻ അഡ്വാൻസ് 7,000 തന്നിട്ടുണ്ട്. ദെൻ ഫൈനലി പറഞ്ഞിരിക്കുന്നത് ഓതറൈസ്ഡ് ക്യാപിറ്റൽ അല്ലെ, കമ്പനിയുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി ഈസ് 1 lakh. ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 each. 1,00,000 ഷെയർസ് ആണ് കമ്പനിയുടെ. 1 lakh ഇക്വിറ്റി ഷെയർസ് ആണ് കമ്പനിയുടെ എന്തെന്ന് പറയുന്നത് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഓരോ ഷെയറിനും 10 രൂപ പ്രകാരം. 1,00,000 ഷെയർസ്, അതിൽ ഓരോ ഷെയർസിനും 10 രൂപ പ്രകാരമാണ്. ആൻഡ് ഓഫ് വിച്ച് 50,000 ഷെയർസ് വേർ ഇഷ്യൂഡ്. ഇതിലെ 50,000 ഷെയർസ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത് കമ്പനി ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. 1 lakh ഷെയർസിലെ 1 lakh ഓതറൈസ്ഡ് ഇക്വിറ്റി ഷെയർസിലെ 50,000 ഇക്വിറ്റി ഷെയർസ് മാത്രമേ കമ്പനി ഇഷ്യൂ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മക്കളെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ബാലൻസ് ഷീറ്റ് തയ്യാറാക്കണം. മറന്നു പോകരുത്, ഓരോ ഐറ്റവും ഏത് ഹെഡിലാണ് വരിക. അസറ്റ് സൈഡിലാണെങ്കിൽ അസറ്റ് സൈഡിൽ നോൺ കറണ്ട് അസറ്റ് ആണോ അതേപോലെ കറണ്ട് അസറ്റ് ആണോ നമുക്ക് നോക്കണം. അതേപോലെ ലയബിലിറ്റിയിലാണെന്നുണ്ടെങ്കിൽ ഇക്വിറ്റി ആണോ ഇനി അതേപോലെ ലയബിലിറ്റീസ് ആണോ നോക്കണം. ഇക്വിറ്റി ആണെന്നുണ്ടെങ്കിൽ ഇക്വിറ്റിയിലെ ഏതിൽ ഹെഡിൽ വരും, ഷെയർ ക്യാപിറ്റലാണോ അതർ ഇക്വിറ്റിയിലാണോ. അതേപോലെ തന്നെ ലയബിലിറ്റി എടുക്കുന്ന സമയത്ത് നോൺ കറണ്ട് ലയബിലിറ്റിയിലാണ് വരിക കറണ്ട് ലയബിലിറ്റിയിലാണെന്ന് അറിയണം. അതിൽ ഓരോരോ ഹെഡും ഇല്ലേ, അതിൽ ഓരോ ഹെഡ് ഏതിലാണ് വരിക എന്നുള്ളത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നിട്ടേ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യണം, അതിനൊപ്പം തന്നെ നോട്ട്സ് ടു അക്കൗണ്ട്സും പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ബാലൻസ് ഷീറ്റ് വരയ്ക്കുക. ബാലൻസ് ഷീറ്റ് വരയ്ക്കുമ്പോൾ ആദ്യത്തെ കോളം എന്ന് പറയുന്നത് പെർട്ടിക്കുലേഴ്സ് കോളമാണ്. രണ്ടാമത് നോട്ട് നമ്പർ. മൂന്നാമതെന്ന് പറയുന്നത് കറണ്ട് ഇയറിൽ, അതായത് ഈ വർഷത്തെ എമൗണ്ട് കാണിക്കാനുള്ള കോളം. ദെൻ ഫോർത്ത് കോളം എന്ന് പറയുന്നത് പ്രീവിയസ് ഇയറിലാണ്. നമുക്ക് പ്രീവിയസ് ഇയറിൽ തന്നിട്ടില്ല, ഒരു വർഷത്തെ ഡാറ്റ മാത്രമേ തന്നിട്ടുള്ളൂ. പറയുന്നുണ്ട് 31/3/2020 ലെഡ്ജർ ബാലൻസ് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. അപ്പോൾ ഫോർത്ത് കോളം നിർബന്ധമില്ല കേട്ടോ മക്കൾ, വേണമെന്നില്ല. നമ്മൾ ആദ്യത്തെ പ്രോബ്ലം ആയതുകൊണ്ടാണ് ഫോർത്ത് കോളം കൂടി വരച്ച് വെച്ചിരിക്കുന്നത്. എമൗണ്ട് തരാത്ത പക്ഷം നമുക്കിത് വരയ്ക്കണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഹെഡിങ് കൊടുക്കുക. എന്താ നമ്മൾ എഴുതുക, കമ്പനീൻ്റെ പേര് എഴുതുക. കമ്പനീൻ്റെ പേര് ABC ലിമിറ്റഡ് ആണ്. സോ കമ്പനീൻ്റെ പേര് എന്ത് ചെയ്യുക, ഏറ്റവും ടോപ്പിൽ എഴുതുക കേട്ടോ. ABC ലിമിറ്റഡ് ബാലൻസ് ഷീറ്റ് as on 31st March 2021. ഓക്കെ, എഴുതിയോ?
ആദ്യത്തെ കോളം 4 കോളം 1 2 3 4 കോളം. ആദ്യത്തെ കോളം പെർട്ടിക്കുലേഴ്സ്, രണ്ടാമത്തെ കോളം നോട്ട് നമ്പർ, നോട്ട്സ് ടു അക്കൗണ്ട്സ് തയ്യാറാക്കണം. ഇനി മൂന്നാമത്തെ കോളമാണ് ഫിഗേഴ്സ് ആസ് ഓൺ അല്ലെങ്കിൽ എമൗണ്ട് ആസ് ഓൺ 31st March 2021 ഈ വർഷത്തെ കാണിക്കാൻ. ഇനി പ്രീവിയസ് ഇയറിലെ നാലാമത്തെ കോളം. അപ്പം എങ്ങനെ എഴുതാം നമുക്ക്? ഫിഗേഴ്സ് ആസ് ഓൺ 31st March 2020 അല്ലേ? 21 പ്രീവിയസ് ഇയർ എന്ന് പറയുമ്പോൾ 20 കഴിഞ്ഞ വർഷത്തെ. മനസ്സിലാവുന്നുണ്ട്? അതാണ് ഫോർത്ത് കോളം. 4 കോളം വരയ്ക്കുക, കറക്റ്റായിട്ട് വൃത്തിയിൽ വരയ്ക്കുക കേട്ടോ. എഴുതിയോ? ഒപ്പം നമ്മൾ എന്ത് ചെയ്യണം? നോട്ട്സ് ടു അക്കൗണ്ട്സും പ്രിപ്പയർ ചെയ്ത് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുട്ടികൾ എന്ത് ചെയ്യുക? നോട്ട്സ് ടു അക്കൗണ്ട്സിൻ്റെയും ഫോർമാറ്റ് ഒപ്പം വരച്ചിടുക കേട്ടോ. നിങ്ങളൊന്നില്ലെങ്കിൽ നിങ്ങളുടെ നോട്ടിൽ ബാലൻസ് ഷീറ്റ് വരയ്ക്കുന്നതിന് മുമ്പോ, ഈ ബാലൻസ് ഷീറ്റിന് മുമ്പോ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിന് താഴെയായിട്ട് വരച്ചാലും മതി. മുമ്പ് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒപ്പം റെക്കോർഡ് ചെയ്ത് പോയിട്ട് ബാലൻസ് ഷീറ്റിലും റെക്കോർഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിന് മുമ്പ് നോട്ട്സ് ടു അക്കൗണ്ട്സ് തയ്യാറാക്കിയിട്ട് നിങ്ങൾ വരയ്ക്കുക. അപ്പോൾ നോട്ട്സ് ടു അക്കൗണ്ട്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം 3 കോളംസാണ് വേണ്ടത്. 4 കോളംസും എടുക്കാറുണ്ട്. കമ്പ്യൂട്ടേഷൻ ഒരുപാടാകുമ്പോൾ 4 കോളം വരച്ചാൽ മതി, 2 എമൗണ്ടുകളും ചേർത്തിയാൽ മതി. അല്ലെങ്കിൽ 3 കോളം മാത്രം വരച്ചാൽ മതി. ഓക്കെ, ആദ്യത്തെ കോളം എന്ന് പറയുന്നത് നോട്ട് നമ്പറാണ്, രണ്ടാമത് പെർട്ടിക്കുലേഴ്സ്, മൂന്നാമത് എമൗണ്ട്. അപ്പോൾ ഹെഡിങ് നോട്ട്സ് ടു അക്കൗണ്ട്സ്. ഇത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഭാഗമാണ് കേട്ടോ. നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനീൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഭാഗം തന്നെയാണ് നോട്ട്സ് ടു അക്കൗണ്ട്സും. സോ ഫസ്റ്റ് കോളം നോട്ട് നമ്പർ, second column particulars, and the third column amount in rupees. നോട്ട്സ് ടു അക്കൗണ്ട്സിലാണ് ഓരോ ഐറ്റം ഇൻഡിവിജ്വൽ ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ എമൗണ്ട് എടുത്തിട്ട് ബാലൻസ് ഷീറ്റിലേക്ക് എഴുതുന്നത്. അല്ലാതെ ബാലൻസ് ഷീറ്റിൽ ഇപ്പോൾ നമ്മൾ പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറയുന്ന ഐറ്റം ഓരോ ഇൻഡിവിജ്വൽ ഐറ്റം ആയിട്ട് എഴുതില്ല. ഈ പ്ലാന്റ് ആൻഡ് മെഷീനറി ഏത് ഹെഡിലാണ് വരിക? പ്ലാന്റ്, പ്രോപ്പർട്ടി, അതേപോലെ തന്നെ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞ ഹെഡിലാണ് വരിക. ആ ഹെഡ് മാത്രം ഇവിടെ കാണിച്ചിട്ട് ടോട്ടൽ എമൗണ്ട് നോട്ട്സ് ടു അക്കൗണ്ട്സിൽ നിന്ന് എടുത്തിട്ട് എഴുതണം. ഓരോ ഹെഡ് ഉണ്ടോ മക്കളെ? അപ്പോൾ നമുക്കത് പ്രിപ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. തുടങ്ങാലോ? അപ്പോൾ ഓരോ ഐറ്റം എവിടെ വരികയെന്ന് അറിയാലോ. അതോടൊപ്പം തന്നെ ബാലൻസ് ഷീറ്റിന് ഫോർമാറ്റ് ഓർമ്മയുണ്ടല്ലോ. ഫോർമാറ്റ് ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ ഫോർമാറ്റ് എടുത്ത് കയ്യിൽ വെക്കൂ, നോട്ട് എടുത്ത് കയ്യിൽ വെക്കുക, എന്നിട്ട് ഒപ്പം എഴുതി പോവുക. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ എന്താണ് ബാലൻസ് ഷീറ്റിൽ? ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് ആണല്ലേ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത്. സോ ആദ്യത്തെ സെക്ഷൻ നമുക്ക് എഴുതാം ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്. ഓക്കെ, ആ മക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോകരുത് കേട്ടോ. നമ്മൾ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിലൊക്കെ ഇല്ലേ, ഇക്വിറ്റി ഒരു സെക്ഷനായിട്ടും ലയബിലിറ്റി ഒരു സെക്ഷനായിട്ടൊക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ അതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. സോ നമുക്ക് എ എന്ന് കൊടുക്കാം ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിന് കേട്ടോ. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിൽ ആദ്യം നമ്മൾ എന്താണ് റെക്കോർഡ് ചെയ്യുക? ഫസ്റ്റ് സെക്ഷൻ എന്താ മക്കളെ നമ്മൾ റെക്കോർഡ് ചെയ്യുക? ഇക്വിറ്റി അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ഇക്വിറ്റീസ് റെക്കോർഡ് ചെയ്യാം. ദാറ്റ് ഈസ് ഇക്വിറ്റി. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റിയിലെ ആദ്യത്തെ ഇക്വിറ്റിയാണ്. ഓക്കെ, 1 ഇക്വിറ്റി. ഇക്വിറ്റിയിൽ 2 കാര്യങ്ങളാണ് വരിക, 2 ഹെഡാണ് വരിക. ഒന്ന് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും രണ്ടാമതെന്ന് പറയുന്നത് ഏതാണ്? അതർ ഇക്വിറ്റിയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അതർ ഇക്വിറ്റി ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഇക്വിറ്റിയിൽ ഏതൊക്കെയാണ് വരിക എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, അതാണ് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ മക്കളെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യനിൽ ഇക്വിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഉണ്ടാവും, തന്നിട്ട് എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നമുക്കുണ്ട്. അതുപോലെ തന്നെ പലതരം റിസർവ്സ് ഉണ്ട് അല്ലേ. ക്യാപിറ്റൽ റിസർവ് ഉണ്ട്, സെക്യൂരിറ്റി പ്രീമിയം ഉണ്ട്, ജനറൽ റിസർവ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ പാറ്റേൺ റൈറ്റ് ഒന്നും വരില്ല. പിന്നെ അതാ സർപ്ലസ് തന്നിട്ടുണ്ട് ഇവിടെ അല്ലേ. അങ്ങനെയുള്ള റിസർവുകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഐറ്റംസ് നമുക്ക് കുറേ റെക്കോർഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇക്വിറ്റി നമ്മൾ എടുക്കുന്നു, ആദ്യത്തെ ഇക്വിറ്റി നമ്മൾ എഴുതുന്നു. ഇനി ഇക്വിറ്റിയിലെ ആദ്യത്തെ ഹെഡ് എന്ന് പറയുന്നത് ഷെയർ ക്യാപിറ്റലാണ് അല്ലേ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലാണ്. അപ്പോൾ ആദ്യം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നമുക്ക് നോട്ട്സ് ടു അക്കൗണ്ട്സിൽ ആദ്യത്തെ നോട്ട് നമ്പർ എഴുതുക. ഫസ്റ്റ് ഐറ്റം ഏതാണ്? നോട്ട് നമ്പർ 1. ആദ്യത്തെ തയ്യാറാക്കുന്നത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലാണ്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആദ്യത്തെ നോട്ട് നമ്മൾ തയ്യാറാക്കുമ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇവിടെ നമ്മൾ ആദ്യം എന്താ കാണിക്കുക? എ എന്ന് പണ്ട് കാണിക്കില്ലേ? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഓക്കെ മക്കളെ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നമ്മൾ എന്താണ് റെക്കോർഡ് ചെയ്യുക? ആ കമ്പനിയുടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ തന്നെയാണ് റെക്കോർഡ് ചെയ്യുക. വേറൊരു ഐറ്റം അതിൽ വരാൻ വേണ്ടി പറ്റില്ല.
ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ഓതറൈസ്ഡ് ക്യാപിറ്റൽ കാണിക്കണം. ദെൻ ഫുള്ളി പെയ്ഡ് അപ്പിന്റെ എമൗണ്ട് മാത്രമേ നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് എടുത്ത് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം ഇവിടെ നോക്കിയേ എന്താ തന്നിരിക്കുന്നത്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓഫ് ആദ്യം എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് ടിക്കറ്റ് പോകട്ടെ, അല്ലെങ്കിൽ അവസാനം എല്ലാം കൂടി കൺഫ്യൂഷൻ ആവും. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓഫ് 50,000 ഷെയർസ് ഓഫ് ₹10 ഈച്ച്. 50,000 ഷെയർസ് 10 രൂപ പ്രകാരമുള്ളതാണ്. 5 ലക്ഷം തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് താഴെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി, കമ്പനിയുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1 lakh ഇക്വിറ്റി ഷെയർസ് ആണ് 10 രൂപ പ്രകാരം. അതിൽ 50,000 ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം കമ്പനിയുടെ രജിസ്റ്റേർഡ് ക്യാപിറ്റലാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഈ ഓതറൈസ്ഡ് ക്യാപിറ്റലിൽ നിന്നുകൊണ്ടാണ് കമ്പനി എന്ത് ചെയ്യുക, പബ്ലിക്കിലേക്ക് ഇഷ്യൂ നടത്തുന്നത്. അത് പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യും, അവരത് പെയ്ഡപ്പും ചെയ്യും. അത് ഫുള്ളി പെയ്ഡപ്പ് ആണോ പാർട്ട്ലി പെയ്ഡപ്പ് ആണോ എന്നുള്ള ഇൻഫർമേഷൻ ഒക്കെ നമുക്ക് തരാറുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലെഡ്ജർ ബാലൻസ് 5 lakh തന്നിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഫുള്ളി പെയ്ഡപ്പ് ആയിട്ട് 5 lakh തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആയോ? ദാറ്റ് മീൻസ് ഇപ്പോൾ ഈ ഓതറൈസ്ഡ് ക്യാപിറ്റലും ഇഷ്യൂഡ് ക്യാപിറ്റലും നമ്മൾ എവിടെ കാണിക്കണം, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കാണിക്കണം. സോ വൃത്തിയായിട്ട് ചെയ്താൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് ഹെഡിങ് കൊടുക്കുക. നോട്ട്സ് അക്കൗണ്ട്സിൽ ഫസ്റ്റ് വൺ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, അതിൽ ഓതറൈസ്ഡ് ക്യാപിറ്റലും ഉണ്ട്, അതുപോലെ തന്നെ ഇഷ്യൂഡ് ക്യാപിറ്റലും നമുക്ക് തന്നിട്ടുണ്ട്. സോ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഓഫ് 1 lakh ഷെയർസ് അല്ലേ, ഓതറൈസ്ഡ് ക്യാപിറ്റൽ 1 lakh ഷെയർസ്, 1 lakh ഇക്വിറ്റി ഷെയർസ് കേട്ടോ, 1 lakh ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ച് അല്ലേ മക്കളെ. 1 lakh 10 രൂപ പ്രകാരം. അപ്പോൾ ആക്ച്വലി എമൗണ്ട് എത്ര വരും, 10 ലക്ഷം വരും. ഓക്കെ, ദെൻ ഇതിൽ എത്രയാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് എത്ര തന്നിട്ടുണ്ട് ലെഡ്ജർ ബാലൻസ് ആയിട്ട്. ആ എമൗണ്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. എമൗണ്ട് കോളത്തിലേക്ക് ഈ എമൗണ്ട് ഓതറൈസ്ഡ് ക്യാപിറ്റലിൻ്റെ എമൗണ്ട് എഴുതാൻ പറ്റില്ല. ഓക്കെ, എത്രയാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, എത്ര പെയ്ഡപ്പ് ചെയ്തിട്ടുണ്ട്, ലെഡ്ജർ ബാലൻസ് എത്രയാണോ തന്നിരിക്കുന്നത് ആ എമൗണ്ട് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇഷ്യൂഡ് സബ്സ്ക്രൈബ്, അപ്പോൾ അതെല്ലാം സബ്സ്ക്രൈബ്ഡ് ഇഷ്യൂഡ് സബ്സ്ക്രൈബ്ഡ് ആൻഡ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ്. ഓക്കെ, ഫുള്ളി പെയ്ഡ് അപ്പ് കേട്ടോ മക്കളെ, ഫുള്ളി പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 50,000 ഷെയർസ് ഓഫ് ₹10 ഈച്ച്. എത്രയാണ്, 50,000 ഷെയർസ് 10 രൂപ പ്രകാരം ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് 5 lakh. 50,000 ഇൻറ്റു, നിങ്ങൾ ഇത്തിരി വൃത്തിയിലേക്ക് ചെയ്തു കേട്ടോ, 50,000 ഇൻറ്റു 10 5 ലക്ഷം. എമൗണ്ട് കോളത്തിൽ 5 ലക്ഷം. ഓക്കെ, മനസ്സിലായോ? എമൗണ്ട് കോളത്തിൽ നമ്മൾ 5 ലക്ഷം എഴുതുന്നു. അപ്പോൾ ആദ്യത്തെ ഈ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ ഉള്ളിൽ നമുക്കറിയാം ഇക്വിറ്റി ഷെയർസ് മാത്രമേ വരുന്നുള്ളൂ. വേറെ നമുക്ക് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റംസും ഈ ഒരു ക്വസ്റ്റ്യനിൽ കാണാനില്ല. അപ്പോൾ നമുക്ക് അത് മാത്രം റെക്കോർഡ് ചെയ്താൽ മതി, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ മാത്രം റെക്കോർഡ് ചെയ്താൽ മതി ആ ഒരു ഫസ്റ്റ് ഹെഡിൽ, ഇക്വിറ്റി എന്ന് പറയുന്ന ഫസ്റ്റ് ഹെഡിൽ. സോ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 5 lakh എമൗണ്ട് നമുക്ക് ഇവിടെ കിട്ടും. ഈ എമൗണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ബാലൻസ് ഷീറ്റിലേക്ക് എടുത്ത് എഴുതേണ്ടത്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നോട്ട് നമ്പർ എത്രയാണ് ഇപ്പോൾ തയ്യാറാക്കിയത്, നോട്ട് നമ്പർ എത്രയാണ്, നമ്മൾ ഇവിടുത്തെ നോട്ട് നമ്പർ എത്രയാണ്, 1 തയ്യാറാക്കിയിരിക്കുന്നത്. സോ 1 ഫസ്റ്റ് നോട്ട്. ഓക്കെ, 1 നമ്മൾ നോട്ട് ചെയ്തിരുന്നു. എമൗണ്ട് എത്ര കിട്ടിയ, ഫിഗേഴ്സ് 5 lakh കിട്ടിയത്, 5 lakh 5 ലക്ഷം. ഇവിടെ നമുക്ക് എമൗണ്ട് ഇല്ല, അതിൻ്റെ ഡാറ്റാസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട്. ഇനി അടുത്ത ഹെഡ് എന്ന് പറയുന്നത്, രണ്ടാമതെന്ന് പറയുന്നത് ഇക്വിറ്റിയിൽ രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് എന്താ, ബി അതർ ഇക്വിറ്റി. അതർ ഇക്വിറ്റി എന്ന് പറയുമ്പോൾ റിസോഴ്സ് ആൻഡ് സർപ്ലസ് ആണ് അതർ ഇക്വിറ്റിയിൽ കൂടുതലും വരുന്നത്. അപ്പോൾ അങ്ങനെ ഐറ്റംസ് ഉണ്ടെങ്കിൽ നോക്കുക കേട്ടോ, എന്തൊക്കെ വരും അതർ ഇക്വിറ്റിയിൽ, ഏതൊക്കെ ഐറ്റംസ് വരും, ഷെയർ അപ്ലിക്കേഷൻ മണി പെൻഡിങ്ങും അലോട്ട്മെന്റും, അതുപോലെ തന്നെ പലതരം റിസോഴ്സ് ആൻഡ് സർപ്ലസ് ഒക്കെയാണ് വരിക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ റിസോഴ്സ് ആൻഡ് സർപ്ലസ് ഒക്കെ ഉണ്ടോ നോക്കുക, എന്നിട്ട് നമുക്ക് നോട്ട് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ നോട്ട് തയ്യാറാക്കാം. കൂടുതൽ ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് നോട്ട്സ് ഒക്കെ തയ്യാറാക്കണം. ഓക്കെ, ഇനി ഇതിൽ റിസോഴ്സ് ആൻഡ് അതർ ഇക്വിറ്റിയിൽ വരുന്ന ഐറ്റംസ് മറന്നു പോകരുത് കേട്ടോ. ഇത് എടുക്കുമ്പോൾ എവിടെ നിന്ന് എങ്ങനെ വരുമെന്ന് മറന്നു പോകരുത്. അതർ ഇക്വിറ്റിയിൽ എന്തൊക്കെ വരും, റിസോഴ്സ് ആൻഡ് സർപ്ലസ് ആണ് വരിക. അതർ ഇക്വിറ്റി എന്ന് പറയുമ്പോൾ അതും കുറേ റിസർവ് തന്നിട്ടുണ്ടായിരുന്നില്ലേ, നോട്ടിൽ കുറേ റിസർവുകളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ, അതൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യൂ. ക്യാപിറ്റൽ റിസർവ് ഉണ്ട് അല്ലേ, 1 ക്യാപിറ്റൽ റിസർവ്, 2 സെക്യൂരിറ്റീസ് പ്രീമിയം ഉണ്ട്, 3 ജനറൽ റിസർവ് ഉണ്ട്. ഇനി എന്തെങ്കിലും ഉണ്ട്, മുകളിൽ ഗുഡ് വില്ലും കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആണ്, ഇക്വിറ്റി നമ്മൾ എടുത്തു, പാറ്റേൺ റൈറ്റ്സ് വരില്ല, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഒന്നും വരില്ല, അതൊക്കെ അസറ്റ് സൈഡ് പോകേണ്ട കാര്യങ്ങൾ. അതാ സർപ്ലസ് ഉണ്ട് മക്കളതാ, സർപ്ലസ് ഉണ്ട്. 4 ഡിബഞ്ചേഴ്സ് വരില്ല, പ്രൊവിഷൻസ് ഇവിടെ ഒന്നും കാണാനില്ല, ഒരു റിസർവും കാണാനില്ല. അപ്പോൾ മൊത്തം 4 റിസർവ്സ് ആണ് എവിടെ വരിക, അതർ ഇക്വിറ്റിയിൽ വരിക അല്ലേ. അപ്പോൾ അതർ ഇക്വിറ്റിയിൽ വരുന്ന സബ് ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണെന്ന് അറിയണം കേട്ടോ. അപ്പോൾ അതർ ഇക്വിറ്റിയിലെ സബ് ക്ലാസിഫിക്കേഷൻ ആദ്യം റിസർവ് ആൻഡ് സർപ്ലസ് ആണ്. അപ്പോൾ 2 നോട്ട് നമ്പർ 2 അതർ ഇക്വിറ്റി. അതർ ഇക്വിറ്റിയിൽ നമ്മൾ
ഷെയർ അപ്ലിക്കേഷൻ മണി പെൻഡിങ് ഓൺ അലോട്ട്മെന്റോ അല്ലെങ്കിൽ വേറെ ഏതോ ഒന്നും കാണാനില്ല. നമ്മൾ രണ്ടാമത്തെ ഹെഡിൽ അതർ ഇക്വിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതിൽ അതിൽ റിസർവ്സ് ആൻഡ് സർപ്ലസ് മാത്രമേ തന്നിട്ടുള്ളൂ. ക്വസ്റ്റ്യൻ പ്രകാരം റിസർവ്സ് ആൻഡ് സർപ്ലസ് അല്ലേ? റിസർവ് ആൻഡ് സർപ്ലസസിൽ ഏതൊക്കെ റിസർവ് ഉണ്ട്? ഒന്ന് ക്യാപിറ്റൽ റിസർവ്. എമൗണ്ട് ഒക്കെ വേഗം വേഗം റെക്കോർഡ് ചെയ്യും കേട്ടോ. ക്യാപിറ്റൽ റിസർവ് 1,30,000. നോക്കിയപ്പോൾ നമുക്കില്ലേ ഇവിടെ 2 എമൗണ്ട് കോളം വരച്ചാണെങ്കിൽ ഇത് നമുക്ക് ആ ഒരു എമൗണ്ട് കോളത്തിൽ എഴുതിയിട്ട് എല്ലാം കൂടി ടോട്ടൽ ചെയ്തിട്ട് ഔട്ടർ കോളത്തിൽ എഴുതായിരുന്നു. അതാണ് ഈ 4 കോളം വരയ്ക്കുന്നതിൻ്റെ ഗുണമെന്ന് പറയുന്നത് മക്കളെ. ഒക്കെ അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെയും വരക്കട്ടെ. വേണമെങ്കിൽ 4 കോളം വേണമെങ്കിൽ വരച്ചാലും പ്രശ്നമില്ല. നമുക്ക് ഇതിന് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഒരുപാട് വരുമ്പോൾ എമൗണ്ട് തെറ്റാണ്ടിരിക്കുന്നത് അതാണ് നല്ലത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ്. എത്ര തന്നിരിക്കണേ? സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് 50,000 അല്ലേ? 50,000. സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് 50,000. ദെൻ 3 ജനറൽ റിസർവ്. ജനറൽ റിസർവ് എത്ര തന്നിരിക്കണേ? 30,000. 30,000 ജനറൽ റിസർവ്. നാലാമത്തെ സർപ്ലസ്. നമുക്ക് സർപ്ലസ് താഴെ പോയി കിടക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അത്രയേ ഉള്ളൂ വേണ്ടിട്ട് എഴുതി വെക്കേണ്ട കേട്ടോ. എല്ലാം ചെക്ക് ചെയ്യണം, ഓരോ ഐറ്റവും ചെക്ക് ചെയ്യണം. സർപ്ലസ് 70,000. 70 അല്ലേ? അപ്പോൾ നോക്കിയേ എത്ര എമൗണ്ട് എത്ര കിട്ടും നോക്കിയേ. 1,00,000, 2,30,000, 2,80,000 അല്ലേ? 2,80,000 ഔട്ടർ കോളത്തിലേക്ക് എഴുതുക. ഓക്കെ, മനസ്സിലായോ? ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക, കൂട്ടുക. എന്നിട്ട് ഔട്ടർ കോളത്തിൽ 2,80,000 എഴുതുക. 1,30,000, 2, 2,50,000, 2,80,000 കേട്ടോ. 2,80,000 തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതർ ഇക്വിറ്റി എന്ന് പറയുന്നതിൽ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്നത് മക്കളെ നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? അതർ ഇക്വിറ്റിയിൽ റിസർവ്സ് ആൻഡ് സർപ്ലസിൻ്റെയാണ് ടോട്ടൽ 2,80,000 എന്ന് പറയുന്നത്. അപ്പോൾ അതർ ഇക്വിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്ര എമൗണ്ട് അവിടെ കാണിക്കണം? 2,80,000 എന്നുള്ള എമൗണ്ട് നമ്മളവിടെ കാണിക്കുന്നു. ഓക്കെ, മനസ്സിലായോ? ഡൗട്ടില്ലല്ലോ? ക്ലിയർ അല്ലേ? ഒന്ന് റെക്കോർഡ് ചെയ്ത് നിങ്ങൾ ഇനി അതർ ഇക്വിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റിസോഴ്സ് ആൻഡ് സർപ്ലസ് എന്ന് കാണിക്കാം കേട്ടോ. അത് മാത്രമേ ഉള്ളൂ. ബ്രാക്കറ്റിൽ വേണമെങ്കിൽ റിസോഴ്സ് ആൻഡ് സർപ്ലസ് എന്ന് കാണിക്കാം, വേണമെന്നെങ്കിൽ മാത്രം കേട്ടോ. അല്ലെങ്കിൽ അതർ ഇക്വിറ്റി വേണ്ടി എഴുതിക്കോളൂ. നോട്ട് നമ്പർ 2, 2,80,000. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ മാത്രമേ ഇക്വിറ്റി തന്നെ ഉള്ളൂ. ബാക്കി ഒന്നും നമുക്ക് വലിയ 2 ഹെഡ് ഉണ്ടായിരുന്നു. ആ 2 ഹെഡ് നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത സെക്ഷൻ എന്താണ്? ലയബിലിറ്റീസ് അല്ലേ? ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിലെ ഫസ്റ്റ് ഇക്വിറ്റി കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് ലയബിലിറ്റീസ് ആണ്. ലയബിലിറ്റീസ് ഉണ്ട്. ഈ ലയബിലിറ്റീസിൽ തന്നെ മക്കളെ നമുക്ക് ഒന്ന് നോൺ കറണ്ട് ലയബിലിറ്റീസും വരുന്നുണ്ട്, അതേപോലെ തന്നെ കറണ്ട് ലയബിലിറ്റീസും വരുന്നുണ്ട്. അപ്പോൾ ലയബിലിറ്റീസിലെ ആദ്യത്തെ എന്ന് പറയുന്നത് ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് എ. ഈ മെയിനും കൂടി കട്ട് ചെയ്ത് പോകരുത് കേട്ടോ. മെയിൻ എ അല്ല, ഇതിൽ ലയബിലിറ്റീസിലെ എ സെക്ഷനാണ്. ദാറ്റ് ഈസ് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. നോൺ കറണ്ട് ലയബിലിറ്റീസ്. നോൺ കറണ്ട് ലയബിലിറ്റീസ് ആദ്യത്തെ സെക്ഷൻ നോൺ കറണ്ട് ലയബിലിറ്റീസ്. ഈ നോൺ കറണ്ട് ലയബിലിറ്റീസിൽ ആദ്യം മക്കളെ ഏതാണ് വരുന്നത്? നോൺ കറണ്ട് ലയബിലിറ്റീസിൽ ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് ആണ് അല്ലേ? ഓർമ്മയുണ്ടോ? ഫോർമാറ്റ് എടുത്തോ? നോൺ കറണ്ട് ലയബിലിറ്റീസിൽ ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് വരും. ഈ ഫിനാൻഷ്യൽ ലയബിലിറ്റീസിന് അണ്ടറിൽ തന്നെ ബോറോയിങ്സ് ഉണ്ടാവും, ട്രേഡ് പേബിൾസ് ഉണ്ടാവും, ഇല്ലെങ്കിൽ ഏതെങ്കിലും അതർ ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് ഉണ്ടാവും. ദെൻ അത് കഴിഞ്ഞിട്ട് ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് കഴിഞ്ഞിട്ട് പ്രൊവിഷൻസ് ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. പിന്നെ ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യും. ദെൻ അതർ നോൺ കറണ്ട് ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ അതിലും നമ്മൾ റെക്കോർഡ് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ഇനി ഈ സെക്ഷനിൽ എന്ത് നമുക്ക് റെക്കോർഡ് ചെയ്യണം? ഫിനാൻഷ്യൽ ലയബിലിറ്റീസ്. നോൺ കറണ്ട് ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് കേട്ടോ. കറണ്ട് അല്ല, നോൺ കറണ്ട് ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ ഏതൊക്കെ ഐറ്റംസ് ആയിട്ട് വരിക? ആ ഫിനാൻഷ്യൽ ലയബിലിറ്റീസിൽ ഏതൊക്കെ ഐറ്റംസ് വരിക എന്നൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോളൂ. ഓക്കെ, അപ്പോൾ തുടങ്ങല്ലേ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഫസ്റ്റ് വൺ നോൺ കറണ്ട് ഫിനാൻഷ്യൽ ലയബിലിറ്റീസ്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ എഴുതിക്കോളൂ കേട്ടോ. നോൺ കറണ്ട് ഫസ്റ്റ് സെക്ഷൻ എ, സ്മോൾ ലെറ്റർ എ ഇടുക. അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ 1 കൊടുത്താൽ കുറച്ചും കൂടി നിങ്ങൾക്ക് സിംപ്ലിഫൈഡ് ആവും. അതെങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ, മാറിപ്പോകരുത്. ഇതിൻ്റെ അണ്ടറിൽ വരുന്നത് ക്ലാസിഫൈ ചെയ്യൽ മാത്രമേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് ഫിനാൻഷ്യൽ ലയബിലിറ്റീസ്. അതിലെ ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് ആണ്. ഫിനാൻഷ്യൽ ലയബിലിറ്റീസിലെ ആദ്യത്തെ എന്ന് പറയുന്നത് ഏതാണ്? ബോറോയിങ്സ് ആണ്. ലോങ് ടേം ബോറോയിങ്സ് ആണ് മക്കളെ. ലോങ് ടേം ബോറോയിങ്സ്. ആ ലോങ് ടേം ബോറോയിങ്സ് അത് കഴിഞ്ഞിട്ട് ട്രേഡ് പേബിൾസ് ഉണ്ടോ നോക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വേറെ ഏതെങ്കിലും ഐറ്റംസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ ബാലൻസ് ഷീറ്റ് എടുക്കുക, അതോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻ എടുക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ എടുക്കുക, ഒപ്പം നോട്ട്സ് ടു അക്കൗണ്ട്സും പ്രിപ്പയർ ചെയ്യുക. സോ തേർഡ് ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് ആണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. തേർഡ് നോട്ട് പ്രകാരം
ഫിനാൻഷ്യൽ ലയബിലിറ്റീസിലെ ആദ്യത്തെ എന്ന് പറയുന്നത് ബോറോയിങ്സ് അല്ലേ, ബോറോയിങ്സ്. ലോങ് ടേം അല്ലേ, ലോങ് ടേം ബോറോയിങ്സ് ആണ് ഫിനാൻഷ്യൽ നോൺ കറണ്ട് ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. ലോങ് ടേം ആണ്. അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്, മനസ്സിലാകാൻ വേണ്ടിയിട്ട് ലോങ് ടേം എന്ന് കൂടി വേണമെന്നെങ്കിൽ എഴുതിക്കോളൂ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ വരും മക്കളെ? ലോണുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ ബോറോയിങ്സിൻ്റെ ഉള്ളിൽ, അതുപോലെ ഡിബഞ്ചേഴ്സ് ഒക്കെ കമ്പനി ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ലോണുകൾ എടുക്കുക, അതിനൊക്കെയാണ് എന്ത് പറയുക നമ്മൾ ഈ ലോങ് ടേം ബോറോയിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ പ്രകാരം അങ്ങനത്തെ വല്ല ഐറ്റംസും ഉണ്ടോ എന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എടുക്കുക, അങ്ങനത്തെ ഐറ്റംസ് വല്ലതും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ബോറോയിങ്സ് ഉണ്ടോ എന്ന് നോക്കുക കേട്ടോ. കമ്പനി ലോങ് ടേം ലോണുകൾ എടുത്തിട്ടുണ്ടോ? ഓക്കെ, കമ്പനി മറ്റ് ലോങ് ടേം ലോണുകളോ വല്ലതും എടുത്തിട്ടുണ്ടോ നോക്കി. ആദ്യം ഗുഡ് വില്ലാണ്, ഇല്ല കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഒന്നും വരില്ല, പാറ്റന്റ് റൈറ്റ്സ് ഇതൊന്നും വരില്ല, അസറ്റ് ആണ് അല്ലേ. നോക്കിയത് 8% ഡിബഞ്ചേഴ്സ് കുട്ടികൾ കാണുന്നുണ്ടോ? 8% ഡിബഞ്ചേഴ്സ് അല്ലേ. അപ്പോൾ 8% ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ഫോം ഓഫ് ലോൺ. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാന്ന് പറയുമ്പോൾ കമ്പനിയോട് എന്തെടുത്തിരിക്കുകയാണ്? ലോണാണ് പബ്ലിക്കിൻ്റെ നിന്ന് എടുത്തിരിക്കുന്നത്. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ട് എമൗണ്ട് കളക്ട് ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് എ ലോങ് ടേം ബോറോയിങ് അല്ലേ, ലോങ് ടേം ബോറോയിങ് ആണ്. ബോറോയിങ്സിൻ്റെ അണ്ടറിൽ വരും ഡിബഞ്ചേഴ്സ്. അപ്പോൾ ഒരു ഐറ്റം നമുക്ക് കിട്ടി. ട്രേഡ് പേബിൾസ് വരില്ല മക്കളെ. ട്രേഡ് പേബിൾസ് തന്നിട്ടുണ്ട്, നമുക്കൊന്നും പറയാത്തതുകൊണ്ട് അത് കറണ്ടായിട്ട് ട്രീറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ എംപ്ലോയി പ്രൊവിഷൻ ലോങ് ടേം ആണില്ല, അത് നമ്മൾ അടുത്ത ഹെഡിലാണ് എടുക്കുക. ഇൻവെസ്റ്റ്മെന്റ് വരില്ല. പിന്നെ ഇതാ ലോങ് ടേം ലോൺസ് ഡെബിറ്റ് ബാലൻസ് തന്നിട്ടുണ്ട് അല്ലേ. ഈ ലോങ് ടേം ലോൺസ് ഡെബിറ്റ് ബാലൻസ് എന്ന് പറയുമ്പോൾ കമ്പനി വാങ്ങിച്ചിട്ടുള്ള ലോണല്ല. ഓക്കെ, കമ്പനി പുറത്തുനിന്ന് വാങ്ങിച്ച ലോണല്ല, ഡെബിറ്റ് ബാലൻസ് ആണ്. അതുകൊണ്ട് തന്നെ അതിനെ അസറ്റ് സൈഡാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. ക്രെഡിറ്റ് ബാലൻസ് ആണെന്നുണ്ടെങ്കിലാണ് കമ്പനി പുറത്തുനിന്ന് ലോൺ എടുത്തു എന്ന് പറയുക. ഡെബിറ്റ് ബാലൻസ് എന്ന് കഴിഞ്ഞാൽ കമ്പനി വേറെ അവർക്ക് ലോൺ കൊടുത്തു എന്നുള്ളതാണ്, കമ്പനിക്ക് കിട്ടാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് അസറ്റ് സൈഡാണ് നമ്മൾ കാണിക്കേണ്ടത് കേട്ടോ. ഡെബിറ്റ് ബാലൻസ് വന്നു കഴിഞ്ഞാൽ. പിന്നെ ട്രേഡ് റിസീവേഴ്സ് ഒന്നും ഇല്ല, അതൊന്നും വരില്ല. പിന്നെ എന്തെങ്കിലും ലോണുകൾ ഉണ്ടോ? ഇല്ല, ഇവിടെ ഇന്ന് ലോണൊന്നും കാണാനില്ല. സോ ഒരൊറ്റ ഐറ്റം മാത്രമേ ഉള്ളൂ ബോറോയിങ്സിൽ, ദാറ്റ് ഈസ് ഡിബഞ്ചേഴ്സ്. അപ്പോൾ ബോറോയിങ്സിൻ്റെ അണ്ടറിൽ ഡിബഞ്ചേഴ്സ് എത്ര ശതമാനം? 8% അല്ലേ, 8% ഡിബഞ്ചേഴ്സ്. ഓക്കെ, 8% ഡിബഞ്ചേഴ്സിൻ്റെ എമൗണ്ട് എത്ര കുട്ടികൾ തന്നിരിക്കുന്നത്? 3 lakh അല്ലേ, 3 ലക്ഷം. വലിയ പണിയൊന്നുമില്ല, നമുക്ക് ഡയറക്റ്റായിട്ട് എമൗണ്ട് എടുത്തിടാം. അത്രയും നമുക്ക് അതിൽ വരുന്നുള്ളൂ. ഓക്കെ, ഇനി ഫിനാൻഷ്യൽ ലയബിലിറ്റീസിൽ തന്നെ ബോറോയിങ്സ് നമ്മൾ എഴുതി. രണ്ടാമതെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ലയബിലിറ്റീസിൽ എന്താണ്? ട്രേഡ് പേബിൾസ് ആണ്. നിങ്ങൾ ഫോർമാറ്റ് നോക്കിയോ, ലോങ് ടേം ട്രേഡ് പേബിൾസ് ആണ്. ഇപ്പോൾ ലോങ് ടേം ട്രേഡ് പേബിൾസ് എന്നുള്ള ഒരു ഐറ്റം നമുക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടോയെന്ന് നോക്കണം. ഉണ്ടെങ്കിൽ മാത്രം അത് റെക്കോർഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അവിടെ ഒന്നും തയ്യാറാക്കേണ്ട കാര്യമില്ല കേട്ടോ. ട്രേഡ് പേബിൾസ്, ഇവിടെ നമുക്ക് ട്രേഡ് പേബിൾ തന്നിട്ടുണ്ട്, പക്ഷെ അത് ലോങ് ടേം ആണ് ഷോർട്ട് ടേം ആണെന്ന് പറഞ്ഞിട്ടില്ല. സോ നമുക്കിതിനെ ഷോർട്ട് ടേം ആയിട്ട് ട്രീറ്റ് ചെയ്യാം. സ്പെസിഫൈ ചെയ്യും. ലോങ് ടേം ആണെന്നുണ്ടെങ്കിൽ ലോങ് ടേം ലോൺ എന്നൊക്കെ പറഞ്ഞില്ലേ, അതേപോലെ സ്പെസിഫൈ ചെയ്യും. ഇവിടെ ലോങ് ടേം എന്നൊക്കെ പറയുന്നത് കണ്ടോ, പ്രൊവിഷൻ ഫോർ എംപ്ലോയി ബെനിഫിറ്റ് ലോങ് ടേം എന്നൊക്കെ പറയുന്നത് പോലെ ട്രേഡ് പേബിൾസ് ലോങ് ടേം ആണെങ്കിൽ അവിടെ സ്പെസിഫൈ ചെയ്യും, അല്ലെങ്കിൽ അത് ഷോർട്ട് ടേം ആണ്. അപ്പോൾ നമുക്ക് ഹെഡിൽ വരില്ല. പിന്നെ വേറെ ഏതെങ്കിലും ട്രേഡ് പേബിൾസ് നമുക്ക് തന്നിട്ടില്ല. സോ ഇവിടെ രണ്ടാമത്തെ സെക്ഷനായിട്ടുള്ള ട്രേഡ് പേബിൾസിലും ഒന്നുമില്ല. ലോങ് ടേം ഫിനാൻഷ്യൽ ലയബിലിറ്റീസിലെ ബോറോയിങ്സ് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ സെക്ഷനും നമുക്കൊന്നും തന്നിട്ടില്ല. ഇനി മൂന്നാമത്തെ അതർ ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് ആയിട്ടും വേറെ ഒന്നും ഇതിൽ കാറ്റഗറൈസ് ആയിട്ട് ഒരു ഫിനാൻഷ്യൽ ലയബിലിറ്റിയും നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് മാത്രമേ വരുള്ളൂ? ബോറോയിങ്സ് മാത്രമേ വരുള്ളൂ. 8% ഡിബഞ്ചേഴ്സ് മാത്രമേ അതിൻ്റെ അണ്ടറിൽ വരുള്ളൂ. ഓക്കെ മക്കളെ, മനസ്സിലായില്ലേ? അപ്പോൾ അതർ നോൺ കറണ്ട് ഫിനാൻഷ്യൽ ലയബിലിറ്റീസിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഐറ്റംസ് കേട്ടോ, അതൊന്നും തരാത്തതുകൊണ്ടാണ് നമ്മളത് ക്ലാസിഫൈ ചെയ്യാതിരുന്നത്. മനസ്സിലാവണ്ട? അപ്പോൾ 8% ഡിബഞ്ചേഴ്സ് മാത്രമേ വരുള്ളൂ. സോ ലോങ് ടേം ബോറോയിങ്സ് നേരെ നമ്മൾ എന്ത് ചെയ്യുക? ബാലൻസ് ഷീറ്റിൽ എഴുതുക. ഫിനാൻഷ്യൽ ലയബിലിറ്റീസിൽ ഒരെണ്ണം മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻ പ്രകാരം ഉള്ളൂ, ദാറ്റ് ഈസ് ബോറോയിങ്സ്. അതാണ് ഏത്? ഡിബഞ്ചേഴ്സ്. നോട്ട് നമ്പർ 3 എത്രയാണ്? ഡിബഞ്ചറിൻ്റെ എമൗണ്ട് 3 ലക്ഷം. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? നമ്മളിവിടെ ഓരോ ഇൻഡിവിജ്വൽ ഐറ്റം ഒന്നും എഴുതില്ല, അവിടെ നോട്ട്സ് ടു അക്കൗണ്ട്സിൽ ഇൻഡിവിജ്വൽ ആയിട്ട് ഐറ്റംസ് ചെയ്ത് ടോട്ടൽ എമൗണ്ടാണ് നമ്മളിവിടെ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ മക്കളെ? ഇനി അടുത്തത് ഇവിടെ ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് കഴിഞ്ഞു. ഇനി നോൺ കറണ്ട് ലയബിലിറ്റീസിൽ ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് കഴിഞ്ഞാൽ ബി സെക്ഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? പ്രൊവിഷൻസ് അല്ലേ? ഓർമ്മയുണ്ടോ? ഏതെങ്കിലും പ്രൊവിഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ലോങ് ടേം ആയിട്ടുള്ള പ്രൊവിഷൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ കാറ്റഗറൈസ് ചെയ്യണം. ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഉണ്ടെങ്കിൽ മാത്രം എഴുതിയാൽ മതി കേട്ടോ. ക്വസ്റ്റ്യൻ നോക്കിയിട്ട് പ്രൊവിഷൻസ് ഉണ്ടെങ്കിൽ മാത്രം ഇവിടെ കാറ്റഗറൈസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ആ ഐറ്റം എഴുതുക വേണ്ട. പ്രൊവിഷൻസ് നോക്കിയേതാ ആദ്യം തൊട്ട് ഗുഡ് വില്ല് വരില്ല, ഗുഡ് വില്ലൊക്കെ ഇനി നമുക്ക് താഴെ അസറ്റാ വരുള്ളൂ. ഇവിടെയൊക്കെ നമ്മൾ എടുത്തു, ഇവിടെ ഡിബഞ്ചർ എടുത്തു, ട്രേഡ് ഇതാ നോക്കിയ മക്കളാ. പ്രൊവിഷൻ ഫോർ എംപ്ലോയി ബെനിഫിറ്റ് ലോങ് ടേം അല്ലേ? ലോങ് ടേം ആണ്. പ്രൊവിഷൻ ഫോർ എംപ്ലോയി ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ലോങ് ടേം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ പ്രൊവിഷൻ അവിടെയാണ് വരേണ്ടത്. ലോങ് ടേം
പ്രൊവിഷൻ തന്നെയാണത്. നോൺ കറണ്ട് ലയബിലിറ്റി എന്ന് പറയുമ്പോൾ ലോങ് ടേം ആണ്, കറണ്ട് അല്ലല്ലോ, ലോങ് ടേം ആണ്. ദാറ്റ് ഈസ് പ്രൊവിഷൻ ഫോർ എംപ്ലോയി ബെനിഫിറ്റ്. മനസ്സിലായോ? അപ്പോൾ ഈ പ്രൊവിഷന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നോട്ട് തയ്യാറാക്കാം, അല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. 4 പ്രൊവിഷൻസ്. ഓക്കെ, പ്രൊവിഷൻസ് ഫിനാൻഷ്യൽ ലയബിലിറ്റീസിൽ കഴിഞ്ഞത് കൊണ്ടാണ് 4ാമത്തെ നോട്ട് എഴുതിയത് കേട്ടോ. പ്രൊവിഷൻസ് ബ്രാക്കറ്റിൽ ലോങ് ടേം എഴുതിക്കോളൂ. ദാറ്റ് ഈസ് നോൺ കറണ്ട്, മനസ്സിലാവാൻ വേണ്ടിയിട്ട് നോൺ കറണ്ട് എഴുതിക്കോളൂ. ഏത് പ്രൊവിഷനാണ്? ഒരു പ്രൊവിഷനിൽ തന്നിട്ടുള്ളൂ, പ്രൊവിഷൻ ഫോർ എംപ്ലോയി ബെനിഫിറ്റ്. പ്രൊവിഷൻ ഫോർ എംപ്ലോയി ബെനിഫിറ്റ് 70,000 അല്ലേ, 70,000. 70,000 എഴുതുക. നേരെ ഇവിടെ ബാലൻസ് ഷീറ്റിലേക്ക് എടുക്കുക. ബാലൻസ് ഷീറ്റിലേക്ക് പ്രൊവിഷൻ ഫോർ പ്രൊവിഷൻസ്. ഓക്കെ, പ്രൊവിഷൻസ് ഓൺലി കേട്ടോ, പ്രൊവിഷൻസ് ആണ്. നോട്ട് നമ്പർ 4, എമൗണ്ട് എത്രയാണ്? 70,000. ക്ലിയർ ആയോ? മനസ്സിലാവുന്നുണ്ടോ? എമൗണ്ട് 70,000. ബാലൻസ് ഷീറ്റിൽ നമ്മളത് റെക്കോർഡ് ചെയ്തു. ഇനി നോൺ കറണ്ട് ലയബിലിറ്റീസിൽ ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് കഴിഞ്ഞു, പ്രൊവിഷൻസ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്താ കാണിക്കുക? ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി ആണല്ലേ, സി സെക്ഷൻ. ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റീസ് ആണ്. അപ്പോൾ ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റീസ് എന്നുള്ള ഒരു ഐറ്റം നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റീസ് ഉണ്ടോ നോക്കുക. ഗുഡ് വില്ല് ഇനി താഴോട്ട് പോട്ടെ. നോക്കി ഉണ്ടോ നോക്കി. ഇതാ ഇവിടെ കിടക്കുന്നുണ്ടല്ലോ ഒരു ഐറ്റം, ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട്. മക്കളെ കണ്ടോ നിങ്ങൾ? ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റീസ് 1,20,000 തന്നിരിക്കുന്നത്, 1,20,000. അപ്പോൾ ആ ഐറ്റം നമുക്കുണ്ട്. അപ്പോൾ നേരെ നോട്ട് തയ്യാറാക്കുക. നോട്ട് നമ്പർ 5, ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റീസ്. ഇതിന് ഒരു ഐറ്റം ആയതുകൊണ്ട് ഇപ്പോൾ തയ്യാറാക്കണമെന്നില്ല കേട്ടോ നോട്ടൊന്നും. ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റീസ്, അതിന് ഇതിന് അണ്ടറിൽ വലിയ സബ് ക്ലാസിഫിക്കേഷൻ ഒന്നും ഇല്ലല്ലോ, എന്നാലും നിങ്ങൾ ഫസ്റ്റ് ആയതുകൊണ്ട് എല്ലാം ചെയ്തോളൂ. ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റീസ് എമൗണ്ട് 1,20,000. അപ്പോൾ സി ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റീസ്. ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റീസ് കറക്റ്റ് ആയിരിക്കണേ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. നോട്ട് നമ്പർ 5, 1,20,000. മനസ്സിലായോ? ഇനി എന്താ മക്കളെ നമ്മൾ കാണിക്കുക? അടുത്തത് അതർ നോൺ കറണ്ട് ലയബിലിറ്റീസ് ആണല്ലേ. അതർ നോൺ കറണ്ട് ലയബിലിറ്റീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൽ ക്ലാസിഫൈ ചെയ്യുന്നു. ഇനി ഉണ്ടോ അതർ നോൺ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്ന ഹെഡിൽ വല്ലതുണ്ടോ മക്കളെ? ഒന്ന് ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തേ. അതർ നോൺ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണ് വരിക? അതർ നോൺ കറണ്ട് ലയബിലിറ്റീസിൽ മെയിനായിട്ട് ലീഗൽ ക്ലെയിമുകൾ വല്ലതും ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് പേബിൾ ഓൺ അൺപെയ്ഡ് എമൗണ്ട്, സപ്ലൈസുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും അൺപെയ്ഡ് എമൗണ്ടിൻ്റെ ഇൻട്രസ്റ്റുകൾ ഉണ്ടെങ്കിൽ, അപ്പം അങ്ങനത്തെ ഏതെങ്കിലും നോൺ കറണ്ട് ആയിട്ടുള്ള ലയബിലിറ്റീസ് തന്നിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മൾ അടുത്ത ക്ലാസിഫിക്കേഷൻ ഡി എന്ന് പറയുന്നത് അവിടെ റെക്കോർഡ് ചെയ്യുക. ഫോർമാറ്റ് എടുത്തില്ലേ? അപ്പോൾ അങ്ങനെ വല്ലതും നമുക്ക് തരുന്നുണ്ടോ നോക്കി ക്വസ്റ്റ്യനിൽ. പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല, നമുക്കെല്ലാം റെക്കോർഡ് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇതൊക്കെ ഓരോരോ സെക്ഷനിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്കതില്ല. അപ്പോൾ ലയബിലിറ്റീസിൽ നോൺ കറണ്ട് ലയബിലിറ്റീസിൽ ഫിനാൻഷ്യൽ ലയബിലിറ്റീസും പ്രൊവിഷൻസും ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റീസ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ലയബിലിറ്റീസിലെ എ സെക്ഷൻ നോൺ കറണ്ട് ലയബിലിറ്റീസ് കഴിഞ്ഞു. ഇനി അടുത്തത് ഏതാണ്? ബി ഏതാ വരിക? കറണ്ട് ലയബിലിറ്റീസ്. ഇത് വേഗം ചെയ്തു. കറണ്ട് ലയബിലിറ്റീസ്, വീഡിയോൻ്റെ ലെങ്ത് പോകുന്നു. കറണ്ട് ലയബിലിറ്റീസിൽ വീണ്ടും നമുക്ക് എന്ത് ചെയ്യണം? ഇതേപോലെ ഓരോരോ ക്ലാസിഫിക്കേഷൻസ് മക്കളെ കൊണ്ടുവരണം അല്ലേ. കറണ്ട് ലയബിലിറ്റീസിൽ ആദ്യത്തെ എന്ന് പറയുന്നത് കറണ്ട് ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് ആണ്. ഓർമ്മയുണ്ടോ? കറണ്ട് ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് അല്ലേ. അപ്പോൾ ഈ കറണ്ട് ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് എന്ന് പറയുമ്പോൾ ആ കറണ്ട് ഫിനാൻഷ്യൽ ലയബിലിറ്റീസിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് മക്കളെ വരിക? കമ്പനി എടുത്തിട്ടുള്ള ഷോർട്ട് ടേം ബോറോയിങ്സുകൾ അല്ലേ, അതുപോലെ തന്നെ ഷോർട്ട് ടേം ലോണുകളൊക്കെ കമ്പനി എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ബോറോയിങ്സ് എന്ന് പറയുന്നതിൻ്റെ ഹെഡിൽ വരാറുള്ളൂ. ഷോർട്ട് ടേം ബോറോയിങ്സ്. ആ ഷോർട്ട് ടേം ബോറോയിങ്സ് എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് ബോറോയിങ്സ് ആകെ ഒരെണ്ണം തന്നിട്ടുണ്ടായിരുന്നുള്ളൂ, അതും ഡിബഞ്ചർ മാത്രമേ ഉള്ളൂ. ഇനി ഷോർട്ട് ടേം ആയിട്ടുള്ള ലോണുകൾ വല്ലതും ഉണ്ടോ? ഷോർട്ട് ടേം ലോണുകൾ വല്ലതും ക്വസ്റ്റ്യൻ തരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രം എഴുതിയാൽ മതി, അല്ലാണ്ട് നോട്ട് വെറുതെ വരയ്ക്കണ്ട. എന്തെങ്കിലും ഷോർട്ട് ടേം ലോണുകൾ ഉണ്ടോ? ഇല്ല, ഷോർട്ട് ടേം ലോണൊന്നും തന്നിട്ടില്ല. അപ്പോൾ കറണ്ട് ലയബിലിറ്റീസിലെ ആദ്യത്തെ ബോറോയിങ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ നമുക്ക് റെക്കോർഡ് ചെയ്യുന്ന ഒരു ഐറ്റം ഇല്ല, അതുകൊണ്ട് നമ്മളത് എടുക്കുന്നില്ല. ഇനി കറണ്ട് ലയബിലിറ്റീസിൽ തന്നെ ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് അല്ലേ, ആ ഫിനാൻഷ്യൽ ലയബിലിറ്റീസിനാണല്ലോ റെക്കോർഡ് ചെയ്യുന്നത്. സോ എ ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് ഇതിൻ്റെ അണ്ടറിലാണ് കേട്ടോ മക്കളെ. എ ഫിനാൻഷ്യൽ ലയബിലിറ്റീസ്. ഈ ഫിനാൻഷ്യൽ ലയബിലിറ്റീസിൻ്റെ അണ്ടറിലാണ് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് വൺ ബോറോയിങ്സ്, സെക്കൻഡ് വൺ ട്രേഡ് പേയബിൾസ് എന്നൊക്കെ എഴുതുക. അപ്പോൾ ഇവിടെ മുമ്പ് നമുക്ക് ലോങ് ടേം ആയിട്ടുള്ള ബോറോയിങ്സ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഷോർട്ട് ടേം ബോറോയിങ്സ് ഒന്നും നമ്മുടെ ക്വസ്റ്റിന് തന്നിട്ടില്ല, അപ്പോൾ ബോറോയിങ്സ് ഉള്ള ഐറ്റം വരില്ല. ഇനി രണ്ടാമതെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ലയബിലിറ്റീസിലെ ട്രേഡ് പേയബിൾസ് ആണ്. ഷോർട്ട് ടേം ട്രേഡ് പേയബിൾസ് ഉണ്ടോ നോക്കുക, ക്വസ്റ്റിന് നോക്കുക.
ഷോർട്ട് ടേം ട്രേഡ് പേയബിൾസ് നമ്മൾ കുറച്ച് അപ്പോൾ ഇതാ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഷോർട്ട് ടേം ആണെന്നുള്ളത് അല്ലേ. അപ്പോൾ ഈ ഒരു ഷോർട്ട് ടേം ട്രേഡ് പേയബിൾ വരും. അപ്പോൾ നേരെ നോട്ട് തയ്യാറാക്കുക. 6 നോട്ട് നമ്പർ 6 ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് ഷോർട്ട് ടേം ആണ് കേട്ടോ. അവിടെ ബോറോയിങ്സ് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന ബോറോയിങ്സ് ഇല്ല, എമൗണ്ട് ഇല്ല, അവിടെ ഇല്ലാത്തതുകൊണ്ട് ഇത് ഇതിലും കുഴപ്പമില്ല. രണ്ടാമതെന്ന് പറയുന്നത് ട്രേഡ് പേയബിൾസ് ആണ്. ഇല്ലാത്തതിൻ്റെയൊക്കെ മക്കൾ അങ്ങനെ ഹൈഫൻ ഇട്ടോളം വെച്ചോളൂ കേട്ടോ. നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി ആവും. ഇപ്പോൾ ട്രേഡ് പേയബിൾസ് ഷോർട്ട് ടേം നമുക്ക് തന്നിട്ടുണ്ട് 60,000 ആണ് അല്ലേ. 60,000 തന്നിട്ടുണ്ട് നമുക്ക്. ഇനി അതുപോലെ അതർ ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് ഒന്നും നമ്മുടെ കയ്യിൽ തന്നിട്ടില്ല. അതർ കറണ്ട് ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് ഒന്നും നമുക്ക് തേർഡ് സെക്ഷനിലും തന്നിട്ടില്ല. അതേഴ്സ് അതൊന്നും ഇല്ല. അപ്പോൾ ഏത് മാത്രമേ വരുള്ളൂ? ഈ 60,000 മാത്രമേ വരുള്ളൂ. ഫിനാൻഷ്യൽ ലയബിലിറ്റീസിൽ ആദ്യത്തെയായിട്ട് റെക്കോർഡ് ചെയ്യുക കേട്ടോ. അവിടെ രണ്ടാമത്തെ ആണെന്നുണ്ടെങ്കിൽ എമൗണ്ട് അതിന് മാത്രമേ ഇവിടെ ആദ്യത്തെയായിട്ട് റെക്കോർഡ് ചെയ്യുക. ദാറ്റ് ഈസ് ട്രേഡ് പേയബിൾസ്. നോട്ട് നമ്പർ 6 70,000 60,000 അല്ലേ, 70,000 സോറി 60,000. ഓക്കെ, മനസ്സിലായോ? ദാറ്റ് ഈസ് ദ ട്രേഡ് പേയബിൾസ്. ഇപ്പോൾ കറണ്ട് ലയബിലിറ്റീസിൽ ആദ്യത്തെ ഫിനാൻഷ്യൽ ലയബിലിറ്റീസിലെ കറണ്ട് ട്രേഡ് പേയബിൾസ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. ഇനി ബി എന്ന് പറയുമ്പോൾ അതർ കറണ്ട് ലയബിലിറ്റീസ്. ഇതല്ലാതെ അതർ കറണ്ട് ലയബിലിറ്റീസ് വല്ലതും ക്വസ്റ്റ്യനിൽ വരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. എന്തെങ്കിലും അതർ കറണ്ട് ലയബിലിറ്റി ഉണ്ടോ? ഈ അതർ കറണ്ട് ലയബിലിറ്റീസിന് അണ്ടറിൽ നമ്മൾ എന്തൊക്കെയാണ് റെക്കോർഡ് ചെയ്യുന്നതൊക്കെ ഓർമ്മയുണ്ടോ? അന്ന് കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഏതൊക്കെയാണ് അതർ കറണ്ട് ലയബിലിറ്റീസിൻ്റെ അണ്ടറിൽ കൊണ്ടുവരിക എന്നുള്ളത്? ഏതെങ്കിലും എമൗണ്ട് മറ്റേ നമുക്ക് അൺപെയ്ഡ് ചെയ്യാനുള്ളത്, എന്തെങ്കിലും ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടൊക്കെ നമുക്ക് നിൽക്കുന്ന എമൗണ്ടുകൾ, അതെല്ലാം ഏതിലാണ് വരും മക്കളെ? അതർ കറണ്ട് ലയബിലിറ്റീസിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഓക്കെ, നമുക്ക് ഇനി ഓൾറെഡി നമ്മൾ ഏതെങ്കിലും ഇൻകം റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇതിൻ്റെ അണ്ടറിൽ വരും, അതർ കറണ്ട് ലയബിലിറ്റിൻ്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. സോ നേരെ ക്വസ്റ്റ്യൻ എടുക്കുക. നമുക്ക് ഇവിടെയൊക്കെ നമ്മൾ നേരത്തെ റെക്കോർഡ് ചെയ്ത് പോയതാണ്. ദെൻ ഓക്കെ, അൺപെയ്ഡ് ഡിവിഡൻറ്റ് നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഡിവിഡൻ്റ് ആണ്, കൊടുക്കാനുള്ളതാണ്. ഓൾറെഡി ഇൻകം നമ്മൾ റിസീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഏതാണ്? അതർ കറണ്ട് ലയബിലിറ്റിയാണ്. ഓക്കെ, ദാറ്റ് ഈസ് അൺപെയ്ഡ് ഡിവിഡൻറ്റും ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെല്ലാം ഹെഡ് അവിടെ വരുമല്ലോ കറണ്ട് ലയബിലിറ്റീസിൽ? അതർ കറണ്ട് ലയബിലിറ്റീസ്. ഓക്കെ, അതർ കറണ്ട് ലയബിലിറ്റീസ്. അപ്പോൾ അതർ കറണ്ട് ലയബിലിറ്റീസിൽ നമുക്ക് നോട്ട് തയ്യാറാക്കാം. എൻ്റെ ഇപ്പുറത്തെ നോട്ട് തീർന്നു മക്കളെ, നിങ്ങളും ഒപ്പം വരച്ചു പോകുക കേട്ടോ. പ്രോബ്ലം വലിയതാണ്, നമ്മുടെ ലയബിലിറ്റി സൈഡും കൂടി കഴിഞ്ഞിട്ടില്ല. സ്കെയിൽ വെച്ച് വരയ്ക്കും കേട്ടോ നിങ്ങൾ, ഞാൻ റഫായിട്ട് വരയ്ക്കണ്ടേ. അപ്പോൾ നോട്ട് നമ്പർ 7 അതർ കറണ്ട് ലയബിലിറ്റീസ്. അതർ കറണ്ട് ലയബിലിറ്റീസ്. അതർ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആദ്യത്തെ എന്ന് പറയുന്നത് ഏതാണ്? അൺപെയ്ഡ് ഡിവിഡൻറ്റ്. അൺപെയ്ഡ് ഡിവിഡൻറ്റ് 3000 അല്ലേ, 3000. രണ്ടാമതെന്ന് പറയുന്നത് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 7000. എത്ര കിട്ടും? 7 3 10,000 അല്ലേ. 10,000 നമുക്ക് എവിടെ കിട്ടുക? അതർ കറണ്ട് ലയബിലിറ്റീസ് കിട്ടുക. അപ്പോൾ ഈ 10,000 നേരെ നമ്മൾ അതർ കറണ്ട് ലയബിലിറ്റീസിന് എഴുതുന്നു. നോട്ട് നമ്പർ 7 എഴുതുന്നു. എത്ര രൂപ എഴുതും? 10,000 എഴുതുന്നു. ഓക്കെ മക്കളെ, മനസ്സിലായോ? ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് എന്തെങ്കിലും ആയിട്ട് ഇനിയാണ് മുമ്പ് പറഞ്ഞ പോലെ പ്രൊവിഷൻസ് ഉണ്ടെങ്കിൽ പ്രൊവിഷൻസും അതുപോലെ കറണ്ട് ടാക്സ് ലയബിലിറ്റീസും ഉണ്ടോ നോക്കുക. ഷോർട്ട് ടേം പ്രൊവിഷൻസും കറണ്ട് ടാക്സ് ലയബിലിറ്റീസും. ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി തന്നിട്ടുണ്ട്, കറണ്ട് നമ്മുടെ തന്നിട്ടുണ്ടോ നോക്കണം. ഇല്ല, എവിടെയൊന്നും കാണാനില്ല, ഇതിലൊന്നും കാണാനില്ല. ഷോർട്ട് ടേം പ്രൊവിഷൻസും ഇല്ല. അതേപോലെ അതർ കറണ്ട് അതല്ല കറണ്ട് ടാക്സ് ലയബിലിറ്റീസ്. അതർ നമ്മൾ റെക്കോർഡ് ചെയ്തല്ലോ. കറണ്ട് ടാക്സ് ലയബിലിറ്റീസ് ഉണ്ടോ നോക്കുക. അതൊന്നും നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. സോ അത്രയും നമുക്ക് ലയബിലിറ്റീസ് അടപ്പ് വരുള്ളൂ. ഓക്കെ, പ്രോബ്ലം ചെറുതാണെന്നുണ്ടെങ്കിലും ഒരുപാട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക. മനസ്സിലായോ എങ്ങനെ വന്നെന്നുള്ളത്? നോട്ടും ഒപ്പം തയ്യാറാക്കി പോകണം. ഇനി നമുക്കിതിനെ ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്. ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്. ഓക്കെ, ടോട്ടൽ ചെയ്യും മക്കളെ, കൃത്യമായിട്ട് എഴുതണേ. എത്ര കിട്ടും നോക്കിയേ. ടോട്ടൽ ചെയ്യുന്ന സമയത്ത് 5 ലക്ഷം, 7 ലക്ഷം, 10 ലക്ഷം, 5 2 7 7 3 10 ലക്ഷം, ദെൻ 10 11 ലക്ഷം, ദെൻ 11 12 ലക്ഷം, 12 70,
12,80,000 ദെൻ 12,80,000 പ്ലസ് 60,000 കൂടെ നമുക്ക് ചെയ്യുന്ന സമയത്ത് 12,80 ദാറ്റ് ഈസ് 13,40,000 13,40,000 13,40,000. ഓക്കെ, ക്ലിയർ ആയോ? 13,40,000 ടോട്ടൽ കിട്ടുക കേട്ടോ. ഇനി അടുത്തത്, ഇനി വലിയൊരു ടാസ്ക് കഴിഞ്ഞു. ഇനി അടുത്ത വലിയൊരു ടാസ്കിലേക്ക് കിടക്കുകയാണ്. അസറ്റ് സൈഡ് റെക്കോർഡ് ചെയ്യണം. ദാറ്റ് ഈസ് ബി. ഇവിടെ നമ്മൾ എയിൽ റെക്കോർഡ് ചെയ്തത് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്, ഇവിടെ ബി അസറ്റ്സ്. ഓക്കെ, അസറ്റ്സിലെ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏതാണ് മക്കളെ? ഫസ്റ്റ് വൺ ഫിക്സ്ഡ് അസറ്റ്, ദാറ്റ് ഈസ് നോൺ കറണ്ട് അസറ്റ്സ്. നോൺ കറണ്ട് അസറ്റ്സിലെ ആദ്യത്തെ ഫോർമാറ്റ് എടുക്കും, വേഗം ഫോർമാറ്റ് എടുക്കും. ആദ്യത്തെ എന്താണ്? പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ്സ് അല്ലേ? ആദ്യത്തെ പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ്. ഓക്കെ, ഈ പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റിൽ അണ്ടറിൽ എന്തൊക്കെ വരും മക്കളെ? നമുക്ക് ഇനി ഏതെങ്കിലുമൊക്കെ അസറ്റുകൾ ഉണ്ടോ നോക്കണം അല്ലേ? വേഗം നോക്ക്, ബാലൻസ് ഷീറ്റ് എടുക്കൂ, വേഗം നോക്കൂ, ക്വസ്റ്റ്യൻ എടുക്കും മക്കളെ. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അല്ലേ? ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഉണ്ട്, പ്ലാന്റ് ആൻഡ് മെഷീനറി ഉണ്ട്, ഫർണിച്ചർ ഉണ്ട്. പിന്നെ ഏതെങ്കിലും ഉണ്ടോ ഫർണിച്ചർ? പിന്നെ ഇത് നോക്കി, ഫോർമാറ്റ് നോക്കി, ഇല്ല, കഴിഞ്ഞു. ആ 3 ഐറ്റമാണ് വരുന്നത്. വേഗം നോട്ട് തയ്യാറാക്കുക. നോട്ട് നമ്പർ 8 ദാറ്റ് ഈസ് പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ്. പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ്. പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ്സ്. ആദ്യത്തെ എന്ന് പറയുന്നത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. എത്ര രൂപയാണ് മക്കളെ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ എമൗണ്ട്? 1,00,000 അല്ലേ? രണ്ടാമതെന്ന് പറയുന്നത് പ്ലാന്റ് ആൻഡ് മെഷീനറി. 1,30,000, 1,30,000. ദെൻ മൂന്നാമതെന്ന് പറയുന്നത് ഫർണിച്ചർ, 5,00,000. ഫർണിച്ചർ 5,00,000. കഴിഞ്ഞില്ലേ? 3 എണ്ണമല്ലേ വന്നിട്ടുള്ളൂ നമുക്ക് ക്വസ്റ്റ്യൻ പ്രകാരം. അപ്പോൾ എത്ര കിട്ടും മക്കളെ? ടോട്ടൽ ചെയ്യുന്ന സമയത്ത് പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് 5, 5, 6, 7, 7, 30 അല്ലേ? 7,30,000. അപ്പോൾ 7,30,000. നോട്ട് നമ്പർ 8 അല്ലേ നമുക്ക് വന്നിരിക്കുന്നത്? സോ നോട്ട് നമ്പർ 8 ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് എഴുതണം. നോട്ട് നമ്പർ 8 ടോട്ടൽ എമൗണ്ട് 7,30,000. ഓക്കെ, 7,30,000. ഇനി അടുത്തത് എന്താണ്? ഇനി ശ്രദ്ധിക്കണം കേട്ടോ, എല്ലാ ഐറ്റവും നമുക്ക് ക്വസ്റ്റ്യൻ തരണമെന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനെ തരാത്ത പക്ഷെ നമുക്കിവിടെ എഴുതണ്ടല്ലോ. ഇനി രണ്ടാമത്തെ ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് അല്ലേ? രണ്ടാമത് നമ്മൾ നോൺ കറണ്ട് അസറ്റിൽ റെക്കോർഡ് ചെയ്യുക. ആ ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് നമുക്ക് തന്നിട്ടുണ്ടോ ക്വസ്റ്റ്യനിൽ? അങ്ങനത്തെ വല്ല ഐറ്റം ഉണ്ടോ? ഇല്ല, ഒന്നും നമുക്ക് പറയുന്നില്ല. അപ്പോൾ ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് എന്നുള്ളതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഹെഡ് അവിടെ എഴുതേണ്ട കാര്യമില്ല. ഇനി മൂന്നാമത്തെ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി. പ്രോപ്പർട്ടിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് കേട്ടോ, അത് ശ്രദ്ധിക്കണം. ഇൻവെസ്റ്റ്മെന്റ് ഫിനാൻഷ്യൽ അസറ്റുകളിലും ആവാം, അതുപോലെ തന്നെ പ്രോപ്പർട്ടിയിലും ആവാം. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ചിട്ട് മാത്രമേ നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ രണ്ടും പ്രോപ്പർട്ടിയിൽ തരുന്നത് വേറെ ഹെഡിലും ഫിനാൻഷ്യൽ അസറ്റുകൾ ചെയ്യുന്നത് വേറെ ഹെഡിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്തോ പ്രോപ്പർട്ടി മറ്റേ ലാൻഡിലോ ബിൽഡിങ്ങിലോ മറ്റേ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ? ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ അത് പ്ലാന്റ് പ്രോപ്പർട്ടി ആൻഡ് എക്യുപ്മെന്റിൽ റെക്കോർഡ് ചെയ്യേണ്ടത്. അത് നേരെ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ്മെന്റ് എഴുതരുത്. ഇവിടെ ഇൻവെസ്റ്റ്മെന്റിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന് പറയും. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും മാത്രമേ ഈ ഇൻവെസ്റ്റ്മെന്റിനും പ്രോപ്പർട്ടിയിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. സ്പെസിഫൈ ചെയ്യും. അങ്ങനത്തെ ഒരു ഐറ്റം നമുക്ക് കാണാനില്ല. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റിന് പ്രോപ്പർട്ടി ഇല്ല. അത് കഴിഞ്ഞിട്ട് എന്താ നമ്മൾ റെക്കോർഡ് ചെയ്യുക? ഗുഡ് വില്ല് ഇല്ലേ? അസറ്റ് സൈഡിൽ അടുത്തായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് താഴെ ഗുഡ് വില്ലാണ്. അപ്പോൾ ഗുഡ് വില്ല് ഉണ്ടോ നോക്കുക. അതാ ഫസ്റ്റ് കിടക്കുന്നു ഗുഡ് വിൽ. അപ്പോൾ ബി എൻ്റെ ഫോർമാറ്റിൽ നിന്ന് അറിയണ്ടെങ്കിലും ക്വസ്റ്റ്യനിൽ അങ്ങനെയൊന്നും വരില്ല കേട്ടോ. ഗുഡ് വില്ല്. ഓക്കെ, ഗുഡ് വില്ല് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ മക്കളെ ഗുഡ് വില്ല് ഒരൊറ്റ ഐറ്റമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിന് പ്രത്യേകിച്ച് ഇപ്പോൾ നോട്ട് തയ്യാറാക്കേണ്ട ആവശ്യകതയൊന്നും വരില്ല. വേണമെന്നുണ്ടെങ്കിൽ മാത്രം അതിനെ തയ്യാറാക്കിയാൽ മതി കേട്ടോ. ഒരൊറ്റ ഐറ്റം അല്ലേ ഉള്ളൂ. 9 ഗുഡ് വിൽ. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അത് ചെയ്യൂ. ഗുഡ് വില്ല് എത്ര രൂപയാണ് നമുക്ക് ഗുഡ് വില്ല് തന്നിരിക്കുന്നത്? 1,00,000. നോട്ട് നമ്പർ 9 1,00,000. മനസ്സിലായോ? ഇനി അടുത്ത ഗുഡ് വില്ലിന് താഴെ നമ്മൾ എന്താ ചെയ്യുക? അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്സിൽ കേൾക്കുമ്പോൾ തന്നെ പാറ്റന്റ് റൈറ്റ്സ്, കോപ്പി റൈറ്റ്സ്, ട്രേഡ് മാർക്കുകൾ, ഇതൊക്കെ അവിടെ വരും. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർസ് ഒക്കെ അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് വരും. അപ്പോൾ നമ്മുടെ ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഒക്കെ കിടക്കുന്നുണ്ട് ക്വസ്റ്റ്യനിൽ. ഇതാ
അതൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഉണ്ട്. അപ്പോൾ ധൈര്യത്തിൽ എഴുതിക്കോളാം. ഹെഡ് എന്തായാലും അങ്ങനെ തന്നെ എഴുതിക്കോളൂ കേട്ടോ. സി അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ഓക്കെ, അസറ്റ്സ് എത്ര വേഗം റെക്കോർഡ് ചെയ്ത് പോകുന്നത്? അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. നോട്ട് തയ്യാറാക്കുക. നോട്ട് നമ്പർ ഇപ്പോൾ എത്രാമത്തെ നോട്ടായി? 10ാമത്തെ നോട്ടായില്ലേ നമ്മൾ? നോട്ട് നമ്പർ 10. അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ഓക്കെ, മറ്റുള്ള ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണ്. ഏതൊക്കെ വരും നോക്കുക. ക്വസ്റ്റ്യൻ നോക്കുക. ഒന്ന് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ അല്ലേ? കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എത്ര രൂപയാണ്? 1,30,000. പിന്നെ ഇതാ തന്നിട്ടുണ്ട് പാറ്റേൺ റൈറ്റ്സ് തന്നിട്ടുണ്ട് നമുക്ക്. അതും അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്സിലാണ് വരിക. 60,000. പിന്നെ താഴോട്ട് പോവുക കേട്ടോ. ഇല്ല, പിന്നെയൊന്നും നമുക്ക് തന്നിട്ടില്ല. 2 ഐറ്റംസേ നമുക്ക് എഴുതി തന്നിട്ടുള്ളൂ. അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്സിൽ നമുക്ക് തന്നിട്ടുള്ളൂ. 1,30,000 പിന്നെ എത്രയാണ്? ഒരു 60,000 തരുന്നില്ല മക്കളെ. അപ്പോൾ അത് എഴുതാം. അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്സിൽ ഫസ്റ്റ് വൺ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ 1,00,000 അല്ലേ? 1,00,000 ഇവിടെ എഴുതാം. 1,00,000. രണ്ടാമതെന്ന് പറയുന്നത് പാറ്റൻറ്റ് റൈറ്റ്സ്. പാറ്റൻറ്റ് റൈറ്റ്സ് എത്ര? പാറ്റൻറ്റ് റൈറ്റ്സിൻ്റെ എമൗണ്ട് 60,000. ഓക്കെ, പാറ്റൻറ്റ് റൈറ്റ്സ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൻ്റെ 1,30,000 ഉള്ള എമൗണ്ട്. 1,30,000 കേട്ടോ, 1,00,000 അല്ല. 1,30,000 60,000 കൂടി ചെയ്യുമ്പോൾ 1,90,000 ആഡ് ചെയ്യുമ്പോൾ. കിട്ടിയോ? മനസ്സിലായോ? ഇനി നമുക്ക് വേറെ ഏതെങ്കിലുമൊക്കെ തരുവേ, കോപ്പി റൈറ്റ് ഒക്കെ തരും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ഇൻടാഞ്ചിബിൾ തന്നെ ഇവിടെ റെക്കോർഡ് ചെയ്യണം. ഇപ്പോൾ 2 തന്നതുകൊണ്ട് മാത്രം ഇവിടെ നമ്മൾ 2 എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നേരെ ഇവിടെ കൊണ്ട് എഴുതാലോ, ബാലൻസ് ഷീറ്റിൽ എഴുതാലോ. നോട്ട് നമ്പർ 10 1,90,000. ഓക്കെ മക്കളെ, ബാലൻസ് ഷീറ്റ് എൻ്റെ കഴിഞ്ഞു. അപ്പുറത്തെ പേജിൽ വരക്കട്ടെ കേട്ടോ. ഓക്കെ, ബാലൻസ് ഷീറ്റ് നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം മക്കളെ. അത് അപ്പുറത്ത് വരച്ചിട്ടുണ്ട് ഞാൻ എന്തായാലും. ഇനി നമുക്ക് ഗുഡ് വില്ല്, അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഇതെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഫിനാൻഷ്യൽ അസറ്റ്സ് ആണല്ലേ. ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ എവിടെയെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക, ഗവൺമെൻറ് സെക്യൂരിറ്റീസിലോ അല്ലെങ്കിൽ ബോണ്ടുകളിലോ ഡിബഞ്ചറിലൊക്കെ നമ്മുടെ കമ്പനി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, പലതരം ലോൺസുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, കമ്പനി ലോണുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലോൺസിൻ്റെ സെക്ഷനിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അതേപോലെ തന്നെ ട്രേഡ് റിസീവേഴ്സ് ഉണ്ടെങ്കിൽ ട്രേഡ് റിസീവേഴ്സിലേക്ക് കൊണ്ടുവരണം. ഇനി ഏതെങ്കിലും അതേഴ്സ് സ്പെസിഫൈ ചെയ്യണമെങ്കിൽ അതും കൊണ്ടുവരണം അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടോ നോക്കുക. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ സി കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ഡി, ഫിനാൻഷ്യൽ അസറ്റ്സ്. ഓക്കെ, നോൺ കറണ്ട് ആണ്, അത് മനസ്സിലാക്കണം. നോൺ കറണ്ട് ഫിനാൻഷ്യൽ അസറ്റ്സ് ആണ്. ABCD ഫിനാൻഷ്യൽ അസറ്റ്സ്. ഫിനാൻഷ്യൽ അസറ്റ്സ്. ഓക്കെ മക്കളെ, ഫിനാൻഷ്യൽ അസറ്റ്സിലെ ആദ്യത്തെ എന്ന് പറയുന്നത് ലോൺസ് ആണ് അല്ലേ. ലോൺസ് അല്ല, സോറി, ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. ലോൺസ് വന്നിട്ടുണ്ടെങ്കിൽ ലോൺസും വേണം, അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യണം. നോട്ട് എടുക്കട്ടെ. നോട്ട് നമ്പർ 11 ഫിനാൻഷ്യൽ അസറ്റ്സ്. ഫിനാൻഷ്യൽ അസറ്റ്സിലെ ആദ്യത്തെ എന്ന് പറയുന്നത് കമ്പനി എവിടെയെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ്സ് എഴുതിയോ? ഇൻവെസ്റ്റ്മെൻറ്റ്സ് എഴുതിയോ? നമ്മുടെ ക്വസ്റ്റ്യൻ എടുത്തേ, ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻ ഒന്ന് എടുത്തേ. ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ തരുന്നുണ്ടോ? ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വരും. എത്രയാണ്? 1,00,000 രൂപ അല്ലേ. അപ്പോൾ അത് ഡയറക്റ്റ് ആയിട്ട് തന്നെ എഴുതി പോവാം. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. നോട്ടിലാണ് കേട്ടോ, നോട്ട്സിലാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് 1,00,000 അല്ലേ. ഇനി വേറെ വല്ല ഇൻവെസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ടോ കുട്ടികളെ? ഇൻവെസ്റ്റ്മെൻറ്റ് അത് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. പിന്നെ ലോണാണ്, അതൊന്നും വരില്ല. പിന്നെ ഇവിടത്തേക്ക് നമ്മൾ എടുത്തു. അപ്പോൾ 1,00,000 ഒരെണ്ണം മാത്രമേ തന്നിട്ടുള്ളൂ. വേറെ കമ്പനിയിലൊന്നും ഷെയറൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ തന്നിട്ടില്ല. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ 1,00,000 മാത്രമേ നമുക്ക് വരുന്നുള്ളൂ അല്ലേ. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്? നോൺ കറണ്ട് ആണ്, അത് മനസ്സിലാക്കണം കേട്ടോ. ബ്രാക്കറ്റിൽ എഴുതി വെക്കൂ. നോൺ കറണ്ട്, ലോങ് ടേം ആണ്. ഇനി രണ്ടാമതെന്ന് പറയുന്നത് എന്താണ്? ഫിനാൻഷ്യൽ അസറ്റിൽ രണ്ടാമതെന്ന് പറയുന്നത് ട്രേഡ് റിസീവേഴ്സ് ആണ്. അപ്പോൾ ലോങ് ടേം ട്രേഡ് റിസീവേഴ്സ് തന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റുള്ളൂ. ക്വസ്റ്റ്യനിൽ ട്രേഡ് റിസീവേഴ്സ് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. അത് ഷോർട്ട് ടേം ആണ്, ലോങ് ടേം ആണെന്ന് പറയുന്നില്ല. സോ അത് ഷോർട്ട് ടേം ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഓക്കെ മക്കളെ, നമുക്ക് ലോങ് ടേമോ ഷോർട്ട് ടേം എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് ഷോർട്ട് ടേം ട്രേഡ് റിസീവേഴ്സ് ആണ്. കറണ്ട് ട്രേഡ് റിസീവബിൾ ആണ്. ഓക്കെ, കറണ്ട് അസറ്റ്സിൽ വരുന്നതാണിത്. പിന്നെ നമുക്ക് അങ്ങനെ ട്രേഡ് റിസീവേഴ്സ് ഇല്ല. പിന്നെ ഫിനാൻഷ്യൽ അസറ്റിൽ മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ലോൺസ് ആണ്.
ലോൺസ് തന്നിട്ടുണ്ടോ നോക്കുക. ഇവിടെ തന്നിട്ടുണ്ട്, ലോങ് ടേം ലോൺസ് ആണ്, 60,000 നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ലോങ് ടേം ആയതുകൊണ്ട് നമ്മൾ ഇവിടെ എടുക്കുന്നു ലോൺസ്. എത്ര ലോണിൻ്റെ എമൗണ്ട്? 60. ഡെബിറ്റ് ബാലൻസ് ആയതുകൊണ്ടാണ് ഇവിടെ എടുക്കുന്നത് 60. ഓക്കെ. ഇനി അടുത്ത എന്താ നമ്മൾ ഫിനാൻഷ്യൽ അസറ്റിൽ റെക്കോർഡ് ചെയ്യുക? അതേഴ്സ് വല്ലതും തന്നിട്ടുണ്ടെങ്കിൽ, അതേഴ്സ് ആയിട്ടുള്ള വല്ല ഐറ്റംസ് നമുക്ക് തന്നിട്ടുണ്ടോ? നോൺ കറണ്ട് അസറ്റിൽ തന്നെ അതർ ആയിട്ട് വല്ലതും വരികയാണെന്നുണ്ടെങ്കിൽ ഏതിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുക? അതർ ഫിനാൻഷ്യൽ കറണ്ട് ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും കോൺട്രാക്ച്വൽ റൈറ്റ്സ് പ്രകാരം നമുക്ക് കിട്ടുന്ന ഡ്യൂ ആയിട്ടുള്ള എമൗണ്ടുകൾ, അല്ലെങ്കിൽ ഇൻഷുറൻസ് ക്ലെയിം ഡ്യൂ ആവുക, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് എഴുതുക അതർ ഫിനാൻഷ്യൽ അസറ്റ്സിൽ, നോൺ കറണ്ട് നേച്ചറിൽ. അപ്പോൾ അതൊന്നും നമ്മുടെ കയ്യിൽ തന്നിട്ടില്ല, അങ്ങനത്തെ ഒരു ഐറ്റം ഇല്ല, ഐറ്റംസ് വളരെ കുറവാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ലോൺസ് മാത്രമേ ഫിനാൻഷ്യൽ അസറ്റിൽ വരുള്ളൂ, അത് മാത്രം നമ്മൾ റെക്കോർഡ് ചെയ്താൽ മതി. ഓക്കെ. സോ ദാറ്റ് ഈസ് ഫിനാൻഷ്യൽ അസറ്റ്സിലെ ആദ്യത്തെ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. നോട്ട് നമ്പർ എത്രയായിരുന്നു? 11 നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. നോട്ട് നമ്പർ 11. ഓക്കെ. നോട്ട് നമ്പർ 11 എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? എമൗണ്ട് ഫിനാൻഷ്യൽ അസറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് 1 lakh അല്ലേ, 1 ലക്ഷം. 1 ലക്ഷം. രണ്ടാമതെന്ന് പറയുന്നത് ഏതാ നമ്മൾ തയ്യാറാക്കിയത്? ലോൺസ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഒരേ ഇതിൽ തന്നെ രണ്ടെണ്ണം തയ്യാറാക്കില്ല. അപ്പോൾ ഇതിന് 12 എന്ന് കൊടുത്തോളൂ നോട്ട് നമ്പറിനെ. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് എഴുതാം. 12 ലോൺസ്. 12 എത്ര നമുക്ക് ലോൺ തന്നിരിക്കുന്നത്? 60,000, 60,000. മനസ്സിലായോ മക്കളെ? രണ്ടും നമ്മൾ റെക്കോർഡ് ചെയ്തു അല്ലേ. ഇനി ഫിനാൻഷ്യൽ അസറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് അസറ്റ് സൈഡ് ഡിഫേർഡ് ടാക്സ് അസറ്റ് ആണ്. ഡിഫേർഡ് ടാക്സ് അസറ്റ് എന്ന് മറ്റേ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് റെക്കോർഡ് ചെയ്യാം. നമ്മൾ ഡിഫേർഡ് ടാക്സ് അസറ്റ് ഇല്ല. ഇനി ഏതെങ്കിലും അതർ നോൺ കറണ്ട് അസറ്റ്സ്, ക്യാപിറ്റൽ അഡ്വാൻസസ് പോലുള്ള കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതും ഇവിടെ റെക്കോർഡ് ചെയ്യാം. പക്ഷേ അങ്ങനത്തെ ഒരു ഐറ്റംസ് നമ്മുടെ ക്വസ്റ്റിനിൽ തന്നിട്ടില്ല, റെലവെൻ്റ് അല്ല. അത്രയും ഐറ്റംസ് നമുക്ക് ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യാം? അവിടെ വെച്ചുകൊണ്ട് നോൺ കറണ്ട് അസറ്റ്സിനെ ക്ലോസ് ചെയ്യാം. ഓക്കെ. അത്രയും നമുക്ക് വരുന്നുള്ളൂ, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ക്ലോസ് ചെയ്യാം. അത്രയേ ഉള്ളൂ നമുക്ക് ഈ നോൺ കറണ്ട് അസറ്റ്സ്. ഇനി അടുത്ത സെക്ഷൻ അസറ്റ്സിലെ നോൺ കറണ്ട് അസറ്റ്സ്. രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് കറണ്ട് അസറ്റ്സ് ആണ്. ഓക്കെ. എഴുതിയോ? 1 കഴിഞ്ഞാൽ 2 എല്ലാം കൂടി കൺഫ്യൂഷൻ ആവണ്ട കേട്ടോ. കറണ്ട് അസറ്റ്സ്, കറണ്ട് അസറ്റ്സിൽ എന്തൊക്കെയാണ് മക്കളെ വരിക? ഒന്ന് നിങ്ങൾ ഫോർമാറ്റ് ഒന്ന് കൊടുത്തേ. ആദ്യം വരുന്നത് ഇൻവെൻറ്ററീസ് ആണ് അല്ലേ. അപ്പോൾ കറണ്ട് അസറ്റ്സിൽ ആദ്യം നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് ഇൻവെൻറ്ററീസ് ആണ്. ആ ഇൻവെൻറ്ററീസ് റെക്കോർഡ് ചെയ്യാം. 13 നോട്ട് നമ്പർ 13 ഇൻവെൻറ്ററീസ്. ഓക്കെ. ഇൻവെൻറ്ററീസ് ഉണ്ടെങ്കിൽ നമുക്ക് എഴുതാം. ഇൻവെൻറ്ററി ഉണ്ടോ? ഇത് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ക്വസ്റ്റിന് തന്നിട്ടുണ്ട് അല്ലേ. ഇത് ലോങ് ടേം ലോൺസ് നമ്മൾ എടുത്തല്ലേ മുമ്പ്. ഫർണിച്ചർ സർപ്ലസ് ഒക്കെ എടുത്തു, ഇവിടത്തെ ഐറ്റംസ് ഒക്കെ എടുത്തുവിട്ട് അതിന് ആകെ താഴെ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇൻവെൻറ്ററീസ് നമുക്ക് തന്നിട്ടുണ്ട് 1 ലക്ഷം അല്ലേ. അപ്പോൾ നോട്ട് 13 ഇൻവെൻറ്ററീസ് 1 ലക്ഷം. ഇവിടെ വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ഇൻവെൻറ്ററി ആണോ ഫിനിഷ്ഡ് സ്റ്റോക്കിൻ്റെ ആണോ ഒന്നും പറഞ്ഞിട്ടില്ല മക്കൾ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഇൻഡിവിജ്വലായിട്ട് എഴുതണം കേട്ടോ. ഇത്ര നേരം നമ്മൾ എഴുതി വന്നില്ലേ, അതുപോലെ ഇൻഡിവിജ്വലായിട്ട് ഇവിടെ എഴുതണം. പക്ഷെ അതൊന്നും തരാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ ഇൻവെൻറ്ററീസ് 1 ലക്ഷം ഡയറക്റ്റായിട്ട് എഴുതാം കേട്ടോ. അവിടെ എ ഇൻവെൻറ്ററീസ് നോട്ട് നമ്പർ 13 1 ലക്ഷം. ഇനി അടുത്തത് എന്താണ് മക്കളെ എഴുതുക? ഫിനാൻഷ്യൽ അസറ്റ് അല്ലേ. അടുത്തതാണ് ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് സെക്ഷൻ ഫിനാൻഷ്യൽ അസറ്റ്, കറണ്ട് ഫിനാൻഷ്യൽ അസറ്റ് കേട്ടോ. ഷോർട്ട് ടേം കറണ്ട് ഫിനാൻഷ്യൽ അസറ്റ്സിൻ്റെ ഉള്ളിൽ നമ്മളിനി ഷോർട്ട് ടേം ആയിട്ട് നടത്തുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ, ട്രേഡ് റിസീവബിൾസ്, ഷോർട്ട് ടേം ട്രേഡ് റിസീവബിൾസ് ഇൻക്ലൂഡിങ് ഡെപ്റ്റേഴ്സ്, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ്, ബാങ്ക് ബാലൻസ് ഒക്കെയാണ് നമ്മളവിടെ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ വല്ല ഐറ്റംസ് ഉണ്ടെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക? അവിടെ എടുത്തിട്ട് റെക്കോർഡ് ചെയ്യുക. അങ്ങനെ ഉണ്ടോ നോക്കിയേ. ഫിനാൻഷ്യൽ അസറ്റ്സിലെ ആദ്യത്തെ എന്ന് പറയുന്നത് നമുക്ക് നോട്ടും ഒപ്പം തയ്യാറാക്കി പോയേ. 14ാമത്തെ നോട്ടല്ലേ ഫിനാൻഷ്യൽ അസറ്റ്സ്. ഫിനാൻഷ്യൽ അസറ്റ്സിൽ ആദ്യം ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടോ നോക്കുക. ഉണ്ടോ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റേ ആകെ ഒരെണ്ണം തന്നിട്ടുള്ളൂ, അപ്പോൾ അതവിടെ ഇല്ല. രണ്ടാമതെന്ന് ട്രേഡ് റിസീവബിൾസ് ആണ്. ഫിനാൻഷ്യൽ അസറ്റിൽ ഷോർട്ട് ടേം ട്രേഡ് റിസീവബിൾസ് ആണ്. മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതാ നമുക്ക് തന്നിട്ടുണ്ട്. ട്രേഡ് റിസീവബിൾസ് നമുക്ക് തന്നിട്ടുണ്ട്. എത്ര രൂപ ട്രേഡ് റിസീവബിൾസ് നമുക്ക് തന്നിരിക്കുന്നത്? 10,000 അല്ലേ. ഷോർട്ട് ടേം ആണ്, അപ്പോൾ ട്രേഡ് റിസീവബിൾസ് ഉണ്ട്. നോട്ടിൽ കാണിക്കുക ഫിനാൻഷ്യൽ അസറ്റ്സിൽ ആദ്യത്തെ ട്രേഡ് റിസീവബിൾസ്. ട്രേഡ് റിസീവബിൾസ് എമൗണ്ട് നമുക്ക് തന്നിരിക്കുന്നത് 10,000.
ബാലൻസ് ഷീറ്റിലേക്ക് എടുത്ത് എഴുതുക. ആദ്യത്തെ ട്രേഡ് റിസീവബിൾസ്, നോട്ട് നമ്പർ 14 10,000. ഓക്കെ, ഇനി അടുത്തത് എന്താണ് മക്കളെ വരിക? അവിടെ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് അല്ലേ? ഫിനാൻഷ്യൽ അസറ്റ്സിൽ തന്നെ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് വരും. അപ്പോൾ അടുത്ത നോട്ടിനെ വരയ്ക്കട്ടെ കേട്ടോ. നോട്ട്സ് ടു അക്കൗണ്ട്സിന് കുറച്ചേ ഉള്ളൂ, കുറച്ച് കൂടുതൽ വരച്ചെന്നുള്ളൂ കേട്ടോ, വളരെ കുറച്ചേ ഉള്ളൂ. 1-2 ഐറ്റംസ് തന്നെ ഉള്ളൂ. ഏകദേശം ക്വസ്റ്റ്യൻ എല്ലാം നമ്മൾ എടുത്തില്ലേ? ഫിനാൻഷ്യൽ അസറ്റിൽ ട്രേഡ് റിസീവബിൾസ് കഴിഞ്ഞാൽ ദെൻ അടുത്ത ഐറ്റം നമ്മുടെ വരുന്നത് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് ആണ്. റൈറ്റ്, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ്, നോട്ട് നമ്പർ 14 ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ്. ക്യാഷ് ഇക്വാലൻസ്, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് എന്ന് പറയുമ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്കുകൾ, ഇനി ഏതെങ്കിലും ലിക്വിഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഉണ്ടെങ്കിൽ ഡ്രാഫ്റ്റ്, ഡിമാൻഡ് ഡ്രാഫ്റ്റ്, ചെക്കൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യാം. ഓക്കെ, അതിന് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് ഇൻവെൻട്രീസ് എടുത്തല്ലേ നമ്മൾ. അപ്പോൾ ഏകദേശം കഴിഞ്ഞല്ലോ. ഇതാ ഞാൻ ആകെ കുറച്ചേ ഉള്ളൂ അല്ലേ? കഴിഞ്ഞു. 2 ഐറ്റമല്ലേ ഉള്ളൂ. ഗുഡ് വിൽ ഇവിടെ നിന്നൊക്കെ വന്നു, പാറ്റൻ്റ് എല്ലാം എടുത്തു. ഇതാ ക്യാഷ് ഇൻ ഹാൻഡ് 20,000, ക്യാഷ് അറ്റ് ബാങ്ക് ഒരു 30,000 ഉണ്ട്. അപ്പോൾ രണ്ടും നമ്മൾ നോട്ട്സ് ടു അക്കൗണ്ട്സിൽ ആദ്യം കാണിക്കണം. ക്യാഷ് ഇൻ ഹാൻഡ് എത്രയും മക്കളെ നമുക്ക് എമൗണ്ട് നമുക്ക് തന്നിരിക്കുന്നത്? ക്യാഷ് ഇൻ ഹാൻഡിൻ്റെ 20,000 അല്ലേ? ഇനി ക്യാഷ് അറ്റ് ബാങ്ക് 30,000, രണ്ടും കൂടി ആഡ് ചെയ്താലോ 50,000. ഓക്കെ, 50,000. ദെൻ നോട്ട് നമ്പർ 14, ഇത് 15 അല്ലേ? ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസിൽ നോട്ട് നമ്പർ എത്ര നമ്മൾ ഇത് 15 ആണ് അല്ലേ? നോട്ട് നമ്പർ 14 അല്ല 15 ആണ്. ഇവിടെ 14 അല്ലേ കഴിഞ്ഞത്, 15 ആണ് കേട്ടോ നോട്ട് നമ്പർ. ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് എടുത്ത് എഴുതുക. ഫിനാൻഷ്യൽ അസറ്റ്സും കഴിഞ്ഞിട്ട് ഫിനാൻഷ്യൽ അസറ്റ്സിലെ ട്രേഡ് റിസീവബിൾ കഴിഞ്ഞിട്ട് അതിൻ്റെ ട്രേഡ് റിസീവബിൾ കഴിഞ്ഞിട്ട് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് വരിക. നോട്ട് നമ്പർ 15 50,000. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടോ മക്കളെ? ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് വേണ്ടി വല്ല ഷോർട്ട് ടേം ലോണുകളോ അത് തന്നിട്ടില്ല. ഇനി വേറെ അതേഴ്സ് തന്നിട്ടില്ല. കറണ്ട് ടാക്സ് അസറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടോ നോക്കണം. കറണ്ട് ടാക്സ് അസറ്റും തന്നിട്ടില്ല. വേറെ ഏതെങ്കിലും കറണ്ട് അസറ്റ്സ് ഉണ്ടോ നോക്കണം. അങ്ങനെയുള്ള കറണ്ട് അസറ്റ്സ് ഒന്നും നമ്മുടെ കയ്യിൽ തന്നിട്ടില്ല ഇല്ലേ? എന്തെങ്കിലും ഉണ്ടോ? അതർ കറണ്ട് അസറ്റുകൾ എന്ന് പറഞ്ഞിട്ട് മക്കളെ വല്ലതും നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ടോ? പ്രീപെയ്ഡ് എക്സ്പെൻസോ, ഇൻകം ഏൺ ചെയ്തു പക്ഷെ റിസീവ് ചെയ്തിട്ടില്ല, അങ്ങനത്തെ വല്ല ഐറ്റംസും ഉണ്ടോ? അതർ കറണ്ട് അസറ്റ്സിൻ്റെ ഫോമിൽ ഇല്ലല്ലോ. ഇതിലിപ്പോൾ എല്ലാം നമ്മൾ എടുത്തു. അപ്പോൾ ഐറ്റംസ് എല്ലാം റെക്കോർഡ് ചെയ്തു. ബാലൻസ് ഷീറ്റും നമ്മുടെ കംപ്ലീറ്റഡ് ആയി. അപ്പോൾ നമുക്ക് ടോട്ടൽ ചെയ്യാം അസറ്റിനെ. ടോട്ടൽ അസറ്റ്സ് എത്ര കിട്ടും നോക്കി മക്കളെ? 1 ലക്ഷം, 2 ലക്ഷം, 2,60,000, 2,70,000, ദെൻ 2,70,000 പ്ലസ് 50,000 3,20,000, 3,20,000. ഓക്കെ, ദെൻ 3,20,000, 4,20,000, 5,20,000, 5,20,000 നമുക്കിവിടെ ടോട്ടൽ കിട്ടും. 5,20,000 പ്ലസ് 7 12,20,000, 12,20,000 പ്ലസ് 90 ചെയ്യുന്ന സമയത്ത് 12,20,000, ദെൻ 13,20,000, 11,10, 13,10,000 പ്ലസ് 30 കൂടി ചെയ്യുമ്പോൾ എത്ര കിട്ടും? 13,40. ടാലി ചെയ്യേ ബാലൻസ് ഷീറ്റ്. 13,40,000 കിട്ടിയില്ല ടോട്ടൽ? യെസ് റൈറ്റ്, നമ്മുടെ ബാലൻസ് ഷീറ്റ് ടാലി ചെയ്യും. ആൻസർ കറക്റ്റായി, 13,40,000. അപ്പോൾ ക്ലോസ് ചെയ്യുക കേട്ടോ. ബാലൻസ് ഷീറ്റ് ക്ലോസ് ചെയ്യുക. നോട്ട്സ് ടു അക്കൗണ്ട്സും ക്ലോസ് ചെയ്യാം. കുറച്ച് കൂടുതൽ വരച്ചേ ഉള്ളൂ, ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യുക കേട്ടോ. ഇത്ര സ്പേസ് ആവശ്യമില്ല. നോട്ട്സ് ടു അക്കൗണ്ട്സും ക്ലോസ് ചെയ്യുക, അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റും ക്ലോസ് ചെയ്യുക. ഓക്കെ മക്കളെ, അപ്പോൾ കംപ്ലീറ്റഡ് ആയി. നമ്മുടെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ക്വസ്റ്റ്യൻ നന്നായി വായിക്കണം, ഫോർമാറ്റ് അറിയണം. ഇതിന് മുമ്പ് ഈ പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ഫോർമാറ്റ് അറിയണം. എന്നാലേ ഓരോ ഐറ്റം എവിടെയാണ് വരിക, എങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന അറിയാൻ പറ്റുള്ളൂ. നോട്ട്സും തയ്യാറാക്കാൻ അറിഞ്ഞിട്ടുണ്ടാവണം. എന്നിട്ട് അത് നേരെ ഇവിടെ ബാലൻസ് ഷീറ്റിലേക്ക് പ്ലേസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഇത് നോക്കി, ഇവിടെ നമ്മൾ ഓരോ ഐറ്റംസും ഇൻഡിവിജ്വലായിട്ട് റെക്കോർഡ് ചെയ്തിട്ടില്ല. ഓരോ ഹെഡിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഓരോ ഇൻഡിവിജ്വൽ ഐറ്റം റെക്കോർഡ് ചെയ്യുന്നത് നോട്ട്സ് ടു അക്കൗണ്ട്സിലാണ്. അവിടെ നിന്ന് എമൗണ്ട് എടുത്തിട്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് എഴുതുന്നത്. സോ അത് ശ്രദ്ധിക്കുക. ഓരോ ഐറ്റം എവിടെ വരുന്ന അറിയണം, ഓരോ ഹെഡും അറിയണം. നന്നായിട്ട് ഫോർമാറ്റ് പഠിക്കുക. ഈ ചെയ്ത പ്രോബ്ലത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു ഡിയർ സ്റ്റുഡൻസ്.